വിശ്വാസിക്ക് ഈ ദുനിയാവ് സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ, ദുനിയാവ് വിശ്വാസിക്ക് ഒരു ജയിലാണ് എന്ന് പറയുന്നത് നമുക്കിതൊരു സ്വർഗ്ഗാക്കി ജീവിക്കാം. എല്ലാം മറന്ന് റബ്ബിനെ ഓർക്കാതെ നമുക്ക് ജീവിക്കുന്നതിന് അല്ലാഹു ഒരു തടസ്സവും നമുക്ക് നിന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ നാടിനടുത്താണ്, വളരെ അടുത്താണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് നമ്മുടെ മമ്പാടാണ്. അപ്പോൾ മമ്പാട്ടുകാരോട് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. കയ്യ് എവിടുന്നാ കിട്ടിയത്, കാല് എവിടുന്നാ കിട്ടിയത്, തല ഓടായിക്കെന്നാണ് കിട്ടിയത്. അങ്ങനെ മയ്യത്തിന്റെ ഓരോ പാർട്സുകൾ കിട്ടിയിട്ട് ആ പാർട്സുകൾ കണ്ടിട്ട് വേറെ വീടൊക്കെ വെച്ച് പോയ മക്കളൊക്കെ തറവാട്ടിൽ വന്നിട്ടുണ്ട്. വാപ്പാനെ വിളിച്ചിട്ട്, വാപ്പാ ഞങ്ങൾ പോരുകയാണ്, ഞങ്ങള് ഇവിടെ നിൽക്കണില്ല, ഞങ്ങൾക്ക് വാപ്പ വേണം, ഉമ്മ വേണം, ഞങ്ങൾക്ക് എല്ലാവരും വേണം എന്ന തോന്നൽ പോലും ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോ ദുനിയാവിന്റെ നിസ്സാരത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. പക്ഷെ പൊതുസമൂഹം പലപ്പോഴും അത് മനസ്സിലാക്കുന്നത് കുറഞ്ഞു പോയത് കൊണ്ട് അള്ളാഹു നമുക്ക് പല പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുക. പല പരീക്ഷണം അതെനിക്ക് തോന്നുന്നു ക്യാമറ നോക്കി വെച്ചായിരിക്കും. وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. നമ്മൾക്ക് അല്ലാഹു തൊലി തന്നത് നമ്മളുടെ ഇറച്ചി സൂക്ഷിക്കാനാണ്. അതിൽ നമുക്ക് തൊലിയിൽ ഒരു മാന്തിച്ചൊറി വന്നാൽ അല്ലെങ്കിൽ തൊലിയിൽ ഒരു മുറിവ് വന്നാൽ അവിടെ ചോര പുറത്തു വരും. അപ്പൊ ചോര പുറത്തു വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു സംരക്ഷിച്ച ഒന്നാണ് തൊലി. പക്ഷെ ഈ തൊലി കൊണ്ട് വേറെ ഒരു ഉദ്ദേശം കൂടി അള്ളാഹുവിന് ഉണ്ട്. വേറൊരു ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മളുടെ തൊലി ഇവിടെ ശരിക്ക് ഒരു റെക്കോർഡിംഗ് മിഷ്യനാണ്. നമ്മുടെ ഈ തൊലി ഇത്രയും ആ കാലറ്റം മുതൽ തലവരെയുള്ള നമ്മുടെ തൊലി ഒരു റെക്കോർഡിംഗ് സിസ്റ്റമാണ്. അത് നമ്മൾ എന്നാണ് ഇനി തിരിച്ചറിയാന്ന് ചോദിച്ചാൽ, നാളെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ തൊലിയുടെ എല്ലാ പാർട്ടും സംസാരിക്കും. എല്ലാ പാർട്ടും. ഇതിന് പ്രത്യേകിച്ച് മുമ്പ് നമ്മൾ കാസറ്റ് അപ്പുറം പാളിയായിരുന്നു, ഇന്ന് USB ആണ്. അത് കഴിഞ്ഞ് സ്ലോട്ടായി. അതൊക്കെ നമ്മൾക്ക് അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തൊലി ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, ഭൂമി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇതൊക്കെയാണ് നാളെ സാക്ഷിയായിട്ട് വരുമ്പോൾ നമ്മൾ തൊലിയോട് ചോദിക്കും, എന്തിനാണ് ഇവിടെ ഇതൊക്കെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? അപ്പൊ പറയും, ഞങ്ങള് അങ്ങനെയല്ല, അള്ളാഹ് ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ച ആ സൃഷ്ടാവായ അള്ളാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിക്കുന്നത്. അവരുടെ അടുക്കലേക്കാണ് മടങ്ങി ചെല്ലുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു, നമ്മൾ മുവക്കിദുകളായതുകൊണ്ട് നമുക്കൊരു വിഷമല്ല. ഞാൻ പണ്ട് പള്ളിയിലാണ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സംഘാടകനായ സുഹൃത്തിനോട് പറഞ്ഞു, പള്ളിയിലാവുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ന് പറഞ്ഞാൽ കേൾക്കണമെന്ന് തന്നെ കേൾക്കുള്ളൂ. കേൾക്കാത്ത ഒരാൾ കേൾക്കാൻ പള്ളിയിൽ വരില്ല. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് മഴ, രണ്ട് അങ്ങനെയുള്ള സൗകര്യത്തിൽ കുറച്ച് സൗണ്ട് സിസ്റ്റമൊക്കെ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ ക്ലാസ് നമുക്ക് പള്ളിയിലെ സൗകര്യപ്പെടുള്ളൂ. അതുകൊണ്ട് പറയാം, നമ്മളിപ്പോ മുവക്കിദുകളാണ്. ഈ മുവക്കിദുകൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ എല്ലാവരും മുവക്കിദുകൾ തന്നെ. പക്ഷെ അതില് അപകടങ്ങളും അബദ്ധങ്ങളും. ഒരു ലൈസൻസ് എടുത്തവൻ, അവൻ ലൈസൻസ് എടുത്തതാണ്, പക്ഷെ അവന്റെ തെറ്റായ പ്രവണത കൊണ്ട് അവന് അപകടം വരാറുണ്ട്, അവന്റെ അശ്രദ്ധ കൊണ്ട്. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്രദ്ധ വരുന്നത് കൊണ്ട് അബദ്ധങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ എന്നാലും മടങ്ങിച്ചെല്ല എന്നത് ഒരു അന്ധവിശ്വാസമാണ് നാട്ടിൽ. വൈക്ക പോയാൽ മടങ്ങിപ്പോകില്ല. മടങ്ങുക, നമ്മൾ പോയ വഴിയെ പിന്നെ മടങ്ങാൻ പറ്റൂല എന്നാണ്. ഈ പോയ വഴിയെ മടങ്ങാൻ പറ്റൂല എന്നുള്ളത് ആരെ ചിന്തയാണ് അറിയുന്നത്? ഒരു അഹങ്കാരിന്റെ ചിന്തയാണ്. നമ്മളൊരു മറന്നു പോയാൽ അല്ലെങ്കിൽ ഒരു വഴി തെറ്റിപ്പോയാൽ മടങ്ങിപ്പോന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മോശം. ഖുർആൻ പറഞ്ഞറിയോ, നമ്മൾ അള്ളാഹുവിലേക്ക്
മടങ്ങിയൊന്നും പോകാതെ ഇവിടെ മടങ്ങിച്ചിട്ട് ഒരു കസേരി കുത്തമിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ മടങ്ങി പോകണം അല്ലേ? അതേപോലെ നമ്മൾ തെറ്റുകുറ്റങ്ങൾ വന്നാൽ പാപമോചനത്തിന് മടങ്ങുക എന്ന് പറയാം. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. അപ്പോൾ മടങ്ങി പോകുന്നതോ മടങ്ങി ചിന്തിക്കുന്നതോ അല്ല നമുക്ക് കുറ്റം, അതിനെ ആ തെറ്റുകളിൽ തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ പാരത്രികമായ ലോകത്ത് നാളെ നമ്മളുടെ മരണം സംഭവിച്ചാൽ നമ്മുടെ തൊലിയും നമ്മളുടെ ഭൂമിയും നമ്മളുടെ നാടും നമ്മളുടെ മരങ്ങളും നമ്മുടെ കല്ലുകളും നമുക്ക് എതിരും നമുക്ക് അനുകൂലവുമായി സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്കുള്ള സമ്പത്ത് എന്താ? അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവിടെ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ കാണും. നോക്കൂ നിങ്ങൾ, ആ ത്രാസ് നമ്മളിപ്പോ ഭാവനയിലുള്ള ഒരു ത്രാസായിക്കൊള്ളണം എന്നില്ല അള്ളാഹു നമുക്ക് വെച്ചു തരുന്നത്. പക്ഷേ അവിടെ തൂക്കം അത് കൃത്യമാണ്. ഒരു ആക്കവും തൂക്കവും ഒന്നും തെറ്റിക്കൂല എന്നർത്ഥം. അപ്പൊ നമ്മൾ ഒരുപാട് കാലമായി നമ്മുടെ നാട്ടിലുള്ളതൊക്കെ വളവന്നൂര് അല്ലെ, പറവന്നൂര് അങ്ങനെ ഊരാണ്. ഊര് എന്ന് പറയുമ്പോൾ ഒരു പ്രദേശം, ഒരു നാട് എന്ന അർത്ഥത്തിലാണ്. നമ്മളുടെ ഈ നാടുകളിലൂടെയൊക്കെ ഒരുപാട് നല്ല മനുഷ്യന്മാരെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു അഹങ്കാരമോ അഹന്തയോ അങ്ങനെ ഒരു തറവാട്ടിലും ഇല്ല. ഇനി പുതിയ തലമുറ അങ്ങനെ വരുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കളോടൊക്കെ പറയും, ചില അഹന്ത സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, പാപ്പ ഗൾഫിലാണോ? അപ്പോൾ എല്ലാം പറയുന്നു, അതേ സർ, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അത് വാപ്പാക്കില്ലാത്തൊരു കിബർ എന്നെ കാണുന്നു എന്നാണ്. അങ്ങനെയാണല്ലോ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന്റെ വില മനസ്സിലാവുമ്പോൾ നമുക്ക് അഹങ്കരിക്കൂല, വിയർപ്പോടെ കാണും. പക്ഷെ അത് കാണുമ്പോൾ മറ്റുള്ളവനെ, അത് അനുഭവിക്കുന്നവന് കുറച്ചൊരു അഹങ്കാരം വരും. അള്ളാഹു നമ്മളുടെ ഈ ജീവൻ നൽകി, നമ്മുടെ ഈ ജീവിതം നൽകി, അത് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നാളെ ഒരു സഹോദരന്റെ അനുഭവം പറയാം. 23 ഗുളികയാണ് എനിക്ക് ഡോക്ടർ എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖം ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ, ആമീൻ. നമ്മുടെ ഉപ്പ 8 ഗുളിക, 9 ഗുളിക, 10 ഗുളിക. നമ്മള് ഒരു 50 കൊല്ലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരുപാട് പൈസ അവിടെ ഇവിടെ നമ്മൾ കൊണ്ടേ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, ഇതൊന്നുമില്ലാതെ നമ്മൾ പോയ കാലത്തെ അള്ളാഹു നമുക്ക് എത്ര ചെലവ് ഒഴിവാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ആരോഗ്യത്തിനും സമയത്തിനും ഒക്കെ നന്ദി പറയുക എന്നത് ഈ ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. റബ്ബിനെ മറക്കാതെ നമ്മൾ ജീവിക്കുക എന്നത്. നമ്മളൊരു അന്നം കഴിക്കുമ്പോൾ അതിൽ നമ്മൾ മിതമായി കഴിക്കുന്നു അല്ലേ? നമ്മളൊരു കല്യാണ ഇതിൽ ചെന്നു, 1-2 ഐറ്റമൊക്കെ നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളും. ഒരു ബിരിയാണി, ഒരു 5-6 ഐറ്റമൊക്കെ ഉണ്ടെങ്കിൽ 5-8 ഐറ്റമൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ തിന്നുമ്പോ ചിലരാണ് ഇങ്ങനെ അടന്തി തിന്നുകയാണ്, വേറെ ചിലരാണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണത്. അപ്പൊ ചോദിച്ചാൽ പറയും, ഒന്നുമില്ല, അതൊക്കെ കുറച്ച് ഓവറാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്നാ പോരെ എന്ന് പറയുമ്പോഴോ അതിലൊരു ആശയമാണ്. ഇതൊക്കെ ഒരു ഓവറാന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കിയൊക്കെ എല്ലാവരും തിന്നു. പക്ഷേ നമ്മൾ ഇങ്ങനെ പളപളപ്പ് കാണിച്ചാൽ പടച്ചോൻ നമ്മളെ എവിടെയാണ് എത്തിക്കുക എന്ന് അറിയില്ല. അടുത്ത 2 ആഴ്ച മുമ്പ് ഒരു വിവാഹത്തിന് പങ്കെടുത്തു. അപ്പൊ അവിടെ പങ്കെടുക്കാൻ വന്നവരൊക്കെ പക്വതയും പാകതയും അറിവും വിവരമുള്ള ആളുകളാണ്. എല്ലാവരും എന്താ പറയുന്നത്? മുസ്ലിം സമുദായം എങ്ങട്ടാ പോണേ, മുസ്ലിം സമൂഹം എങ്ങട്ടാ പോണത്, മുസ്ലിം സമൂഹം എങ്ങട്ടാ പോണത്? അതിനൊരു ഉത്തരവുള്ളൂ, മുസ്ലിം സമൂഹം നരകത്തേക്കാണ് പോണതെന്നേ ഉള്ളൂ. എങ്ങട്ടാ പോണെന്നുള്ളത് ആർക്കും അറിയായിട്ടൊന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളടക്കമുള്ള സമൂഹത്തിലെ അള്ളാഹുവിന്റെ നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്റെ ജീവിതം ഇവിടെ തീരാൻ പോവുകയാണ്. നമ്മൾ ഖബറിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിലേക്ക് ഓടുകയാണ്. ഇതിൽ നിന്ന് ആരാണ് ഞങ്ങളെ പുനർജനിപ്പിച്ച് കൊണ്ടുവന്നവനെന്ന് ചോദിക്കുന്ന, നിങ്ങൾ ചോദിക്കൂല. നിങ്ങളിവിടെ പള്ളിയിൽ നിന്ന് പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് ഖുത്ബ കേട്ട് ഈ പള്ളി ഇങ്ങനെ ആകുന്നതിന്റെ മുമ്പുള്ള പള്ളിയിലും ജുമാക്ക് പങ്കെടുത്തവരാണ്. ഞങ്ങൾ ഖബറിലേക്ക് പോകുമെന്നും ആ ഖബറിൽ നോക്കൂ, നിങ്ങള് നമ്മളുടെ ആ മുണ്ടക്കൈ അപകടം നടന്ന് പിറ്റേ ദിവസത്തെ
പിറ്റേ ആഴ്ചയിലെ പള്ളിയിലെ ഒരു ഖുത്ബയുടെ ഭാഗം അത് ഞങ്ങളെ കേൾപ്പിക്കും, ഒരു പണ്ഡിതന്റേതാണ്. അദ്ദേഹം പറയാണ്, നമ്മുടെ മഹല്ലിലുള്ള ഒരാളുടെ മയ്യത്തൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ ആ മൈക്കൊക്കെ ഓണാക്കി വെച്ച് ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ പറയണട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പറയാൻ മൈക്ക് കൂടി സഹോദരന്മാരെ മരണാണ്, നമുക്കിങ്ങനെ വന്നെത്തിയിട്ട് ഇന്ന ആൾ ഇവിടെ മരിച്ചു കിടക്കുകയാണ്, അയാൾക്ക് വാക്കാലോ നാക്കാലോ ഒക്കെ ഉള്ളത് പുറത്തു കൊടുക്കണം, പിന്നെ പൈസ വലിയ ഏറ്റിട്ട് ഞോന് കജാത്താണെങ്കിൽ രണ്ടാമത്തോ ഏറ്റിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കഴിഞ്ഞിക്കണോന്ന് ചോദിച്ചാൽ ഒന്നുണ്ടാക്കി കഴിഞ്ഞിക്കണോന്ന് ചോദിച്ചാൽ ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും അയാൾക്ക് പുറത്തു കൊടുക്കണം, പാവാണ്, നാട്ടുകൂടി ആണെന്നാണ്, അങ്ങാടി കൂടി ആണെന്നാണ്. പക്ഷെ 500 മയ്യത്ത് ഒന്നായിട്ട് വന്നാലൊന്നും പറയാൻ കൊണ്ട് നേരം ഉണ്ടാവില്ല. മുണ്ടക്കൈയിൽ പറയേണ്ട മൈക്കും അവിടെ അല്ല, ഉസ്താദും ഒലിച്ചുപോയി. ഇത് ഓർത്തുകൊണ്ട് ജീവിച്ചോളി. ഈ വെള്ളിയാഴ്ച തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ പള്ളിയിൽ നിന്നൊക്കെ പൊരുത്തപ്പെട്ട് വാക്കാലോ നാക്കാലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിച്ച് ഇറങ്ങിപ്പോയിക്കോളി. അനൗൺസ്മെന്റ് ഉണ്ടാവും കരുതിങ്ങാണ്ട് ആരും കാത്തു നിൽക്കണ്ട. കടമുള്ളവർ ഒളിച്ചു പോയിട്ടുണ്ടാവും അല്ലേ, ബജ്ജിന് സ്ഥലം ചോദിച്ചിട്ട് ചോദിച്ചോനും കൊടുക്കാത്തവനും ഒളിച്ചു പോയിട്ടില്ല, അതുപോലെ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പൊ കേൾക്കണത് അല്ലേ. ഇനിയിപ്പോ ആർക്കും ബജ്ജ് വേണ്ട, ഫുള്ള് ബജ്ജ. 1/2 കിലോമീറ്ററോളം വീതിയിൽ വഴിയായി പോയി. എന്ത് ചെയ്യാൻ, ചിലപ്പോ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാകാം അള്ളാഹു ചിലപ്പോ 1000 പറ അരിയോട് ചോറച്ചിക്ക് എരപ്പാക്കാൻ അരക്കുനിയൻ മദീന. ഒരു നാടിന്റെ സൗഭാഗ്യത്തെ നശിപ്പിക്കാൻ ചിലപ്പോ ഒരാള് മതിയാവും. റബ്ബ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അള്ളാഹു ഒരു നാടിനെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അള്ളാഹുവിന്റെ മലക്കിനോട് ആജ്ഞ പറഞ്ഞു. മലക്ക് അവിടെ പോയി നോക്കിയിട്ട് പറയുന്നു, റബ്ബേ, അവിടെ നിന്നെ ഭയപ്പെടുന്ന ഇഖ്ലാസുള്ള ഈമാനുള്ള ഭക്തനായ ഒരു മനുഷ്യൻ ആ നാട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആ നാടിനെ ആ ഗ്രാമത്തെ നശിപ്പിക്കണത്? അപ്പൊ അള്ളാഹു പറയുന്നുണ്ട്, അവന്റെ പൊര മുതൽ തുടങ്ങിക്കോ നശിപ്പിക്കൽ. ആ ഇരിക്കുന്നവന്റെ പൊര മുതൽ തുടങ്ങിക്കോ. അതെന്തിനാ പടച്ചോനെ? അത്ര ഭക്തനായ ഈമാനുള്ള ഇഖ്ലാസിന്റെ ഒരു ഭക്തനായ മനുഷ്യൻ അവിടെ ഉണ്ടായിട്ട് അയാളെ പൊരമെന്ന് നാശം തുടങ്ങണേ. അള്ളാഹു പറഞ്ഞു, എന്റെ ദീൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ ദീനിന് കോട്ടം തട്ടുമ്പോ ആ ഈമാനുള്ള ഇഖ്ലാസുള്ള താഴ്മുള്ള ആ മനുഷ്യന്റെ മുഖത്ത് ഒരു വിഷമോ ഇതുവരെ ഇല്ല. അങ്ങനെയുള്ള ഒരാള് പിന്നെ അവിടെ ഉണ്ടായിട്ട് ആ നാടിന് എന്താണ് ഒരു ഗുണം? അയാൾ കാരണമാണ്, ആ നാട് നശിപ്പിക്കാൻ കാരണമാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ, നമ്മളെ വീട്ടിലൊരു തെറ്റ് കണ്ടാൽ, നമ്മളെ കുടുംബത്തിലൊരു തെറ്റ് കണ്ടാൽ, നമ്മളെ കല്യാണ ഓഡിറ്റോറിയത്തില് നിക്കാഹ് വരെ നമുക്ക് പിടിച്ചാൽ കിട്ടും. അത് ഈ റാലിയൊക്കെ പോണ വരെയാണ്. നിക്കാഹിന്റെ ആ സന്ദർഭം വരെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ആ നിക്കാഹിന്റെ കയ്യൊക്കെ കൊടുക്കണ വരെ നമുക്കൊക്കെ പിടിച്ചാൽ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ വേഗം കട്ടറിയണം. എത്രയും പെട്ടെന്ന് എന്താ കട്ടറിയും, എത്രയും പെട്ടെന്ന് ആ നിക്കാഹിന്റെ ആ ഓഡിറ്റോറിയത്തിൽ നമ്മളെന്താ കട്ടറിയോ, മൗലവിനെ വേഗം ഒന്ന് രക്ഷപ്പെടുത്തും. ഈ പിന്നെ അടിപിടിയൊക്കെ ഉണ്ടാവുമ്പോൾ നേതാക്കളെ വേഗം കൊണ്ടേ കഴിച്ചിലാക്കണം. അതേപോലെ മൗലവിനോട് പറയും, മൗലവി വേഗം ചോറിച്ച് കടി സലാമത്തായിക്കോളി. ആ മൗലവി ചോദിക്കും, എന്താ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ചെറുത്താൻ ഇറങ്ങാൻ പോവാണ്. ഒരു 10-50 ചെറുത്താന്മാർ ഇപ്പൊ ആ വേദിക്ക് വരും, അതുകൊണ്ട് നിങ്ങൾ വേഗം സ്ഥലം വിട്ടോളി, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് പകുതി ഒരു കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ പകുതി പോലും നമുക്ക് സാധിക്കണില്ല. അപ്പൊ നമ്മളെ നാടോ നമ്മളുടെ മഹല്ലോ ഒന്നും നശിപ്പിക്കാന് അള്ളാഹുവിന് വേറെ കുറെ കാരണം വേണ്ട. അള്ളാഹുവിന്റെ ദീൻ നശിച്ചു പോകുന്നത് കാണുമ്പോഴാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ പറയും. ഇതൊന്നും കേൾക്കാത്തവർ പറയും, ഞങ്ങള് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം മറികടന്ന് വരാനുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നവരുടെ ആളുകളും ഉണ്ടാകും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളോട് ഒരാള് ഒരു വാഹനം നിർത്തി, ഒരു പീഡിയന്റെ മുമ്പിൽ നിർത്തി, നമ്മൾ അത് അത്ര ശ്രദ്ധിക്കാതെയാണ് നിർത്തിയത്. വന്നിട്ട് നിങ്ങളെന്താ അവിടെ നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അത് തച്ചാരാ ചോദിക്കാൻ, നമ്മൾ ആദ്യം ഒന്ന് ചോദിക്കും. ആദ്യം ചോദിച്ചിട്ട് പിന്നെയാണ് നമ്മൾ CCTV ഒക്കെ നോക്കിയാൽ ശരി, എൻ്റെ പീഡിയന്റെ മുമ്പിലാണ്, കസ്റ്റമർ വരാൻ പറ്റൂലല്ലേ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറയും സോറി ഞാൻ അറിയാതെ അല്ലേ. അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യാൻ അള്ളാഹുവിന് അർഹതയുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിന് നമ്മളെ അങ്ങനെ എന്നെയൊക്കെ ചോദ്യം ചെയ്യാൻ ഉണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വന്നത്. നമ്മുടെ കണ്ണ്, നമ്മളുടെ കാത്,
നമ്മളുടെ വിരല് അല്ലേ, ഇതൊന്നും എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല. എനിക്കൊന്നും, ഞാൻ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറക്കുന്നത് പോലും എൻ്റെ ഉമ്മ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. 3-4 മാസം കഴിഞ്ഞ് ഓക്കാനം വരുമ്പോ ആശുപത്രി പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ പുരേക്കുള്ള ഒരു കുഞ്ഞുമാനും ഇതിൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ട്. അതുപോലെ പോലെ അതായത് അതിന്റെ ആ മേൽനോട്ടം ആരാ വഹിച്ചത്? അള്ളയാണ്. നമ്മളൊക്കെ പുരയിൽ പാർക്കുമ്പോ, ഗൾഫിലുള്ള വന്നുങ്ങാണ്ട് പുരയിൽ പാർക്കുമ്പോ അവൻ ഏറ്റവും വലിയ കടപ്പാട് വാപ്പാനോട് കാട്ടും അല്ലേ? വാപ്പേ നിങ്ങൾ വരി, നിങ്ങൾ ആദ്യം കയറി. അതെന്താ കാരണം അറിയോ? തറട്ടത് വാപ്പയാണ്, അതിന്റെ മുകളിൽ പഠിപ്പിച്ചത് വാപ്പയാണ്, അതിന്റെ മുകളിൽ വാർപ്പിച്ചത് വാപ്പയാണ്. പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും. മേൽനോട്ടം ഇങ്ങനെ വഹിച്ച് അവസാനം വൈറ്റ് സിമെന്റ് ഒക്കെ അടിച്ച് മാർബിളുകാർ വന്നപ്പോ അതൊക്കെ വാപ്പ ഇങ്ങനെ ചെയ്യിക്കുകയാണ്. അപ്പൊ ഒന്നെ മനസ്സിനുള്ളിൽ തോന്നുകയാണ് പെരഞ്ചതാണെങ്കിലും എന്റെ വാപ്പാൻ്റെതാണ് അല്ലെ. നമ്മളെ ശരീരത്തിന്റെ ഫുൾ മേൽനോട്ടം റബ്ബ് ഇങ്ങനെ വഹിച്ച് നിർവഹിച്ച് തലയും വാലും നമ്മളെ കാലും നമ്മളുടെ ചെവിയും ഒക്കെ നമ്മളിങ്ങനെ വ്യവസ്ഥ വെച്ച് ഭൂമുഖത്ത് വരുമ്പോ ആ മേൽനോട്ടം വഹിച്ച പടച്ചവനെ, മേലെയുള്ളവൻ, ആ ഉള്ളവനെ നമുക്ക് മറക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ചോദ്യം യുവത്വം. അൽഹംദുലില്ലാഹ് ഇന്ന് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു സന്തോഷമുള്ളത് കുറെ യുവാക്കളൊക്കെ ഉണ്ട്. ഒരു ഉസ്താദ് ഒക്കെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണ ശകലമാണ്. നമുക്ക് യുവാക്കളുടെ ഒരു ക്യാമ്പൊക്കെ വെക്കണം. അപ്പോൾ അവിടുത്തെ മഹലിന്റെ ഭാരവാഹി നമുക്ക് ടറഫിൽ വെക്കേണ്ടി വരില്ല, ഞാൻ പള്ളിക്കൊക്കെ ഒന്നും വരില്ല. പക്ഷെ നിങ്ങളെ നാട്ടിൽ അങ്ങനെയല്ല. നിങ്ങളുടെ നാട്ടിൽ പള്ളിയോടുള്ളൊരു, നിങ്ങളെ പള്ളിയൊക്കെ കാണുമ്പോൾ അള്ളാന്റെ കാര്യമായിട്ട് അസൂയ വെക്കാൻ പാടില്ല. ഞങ്ങൾക്കുള്ള ചെറിയൊരു കുട്ടിപ്പര ഉഷാറാക്കി 14 ലക്ഷം റുപ്യ ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ പിരിച്ച് ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷത്തിലാണ്. നിങ്ങളെടുത്തെത്തി നോക്കുമ്പോൾ ആ സന്തോഷമൊക്കെ ഇല്ലാതെയായി പോയിക്കണം. പക്ഷെ അങ്ങനെ പാടില്ല തീയില്ല. അപ്പൊ എന്നോട് ഞങ്ങളെ പള്ളിന്റെ ഭാരവാഹി പറഞ്ഞു, 25 കൊല്ലത്തിന് നമ്മളെ കറണ്ട് ബില്ല് അടക്കാൻ പറ്റണം ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയോണ്ടിരുന്നു. നമ്മൾ 25 കൊല്ലത്തിന് കാലം നമ്മളെ കറണ്ട് ബില്ല് അടക്കാം. അങ്ങനെയല്ല, ഒരു 2.5 ലക്ഷം റുപ്യ മുടക്കിയാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് സോളാർ വെച്ചു കൊടുക്കാൻ പടച്ചോൻ തന്നെ കറണ്ട് ബില്ലുകൊണ്ട് അങ്ങനെ ഒപ്പിച്ച് പോകാലോ. അപ്പൊ ഞങ്ങൾ അടുത്തൊരു പദ്ധതിയാണ്. ഇതിനങ്ങനെ പറയുന്നറിയും. ഇതൊക്കെ കേട്ടു പോണ ആരെങ്കിലുമൊക്കെ രാത്രി പുരയിലെത്തുമ്പോൾ ഒരു ഫോൺ കോൾ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത്. ഇനി അറിയത്തി ആരും ബേജാറാവൊന്നും വേണ്ട. നിങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാഹ് നിയമത്ത് കിട്ടിയല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോ നമ്മളുടെ യുവത്വത്തിന്റെ ആയുസ് അതൊരു നാടിന്റെ ഒരു പ്രതീകമാണ്. യുവാക്കളായ നമ്മളിവിടെ എത്തി എന്ന് പറയുന്നത് ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ്. ഒന്ന്, ഇവിടെയുള്ള പ്രായം ചെന്ന ആളുകള് നിങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ്, നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമ്പോഴാണ് പള്ളികളിലും മദ്രസകളിലും ഒക്കെ യുവാക്കളുടെ സാന്നിധ്യം ഉണ്ടാവുക. 2, നാടിന്റെ ഒരു വെളിച്ചമാണ്. നാടിന്റെ വെളിച്ചത്തിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും യുവത്വത്തിന് ഒരു പിന്തുണ പൊതുസമൂഹത്തിൻ്റെത് ഉണ്ടാകും. നമ്മളുടെ 3ാമത്തെ ഘടകം നമ്മളുടെ വീട് അതിന് പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്ക് മിനിഞ്ഞാന്ന് ഒരാൾ ഫോൺ കോൾ ചെയ്തു. അദ്ദേഹത്തിന് പറയുന്നത് ഞങ്ങളൊരു അഡ്രസ്സ് തരാം, ആ അഡ്രസ്സിലുള്ള പുതിയാപ്പിളെ കുറിച്ച് ഡീറ്റെയിൽസ് തരണമെന്നാണ്. 26 വയസ്സാണ് അവന്, ഡൽഹിയിലാണ് പഠിക്കുന്നത്, പഠനം പൂർത്തിയാക്കി ജോലിയിലാണ്. അപ്പൊ ഞാൻ 2 ആൾക്കാർക്കാണ് ഈ മെസ്സേജ് അയച്ചത്. 2 ആളുകളുടെയും ഉത്തരം ഒന്നാണ്. 2 ആളുകളുടെ ഉത്തരം അവർ ദീനിയായി വളർന്നവരാണ്, അവരുടെ മാതാപിതാക്കൾ ദീനിയാണ്, അവരെവിടെ പോയാലും നാട്ടിൽ വരുമ്പോൾ ഈ പള്ളിയിൽ ജമാഅത്തിന് അവരുണ്ടായിരിക്കും. അതുകൊണ്ട് ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ആരോടും പോസിറ്റീവ് പറയാം എന്നാണ്. അങ്ങനെയുള്ള കല്യാണമാകുമ്പോൾ പള്ളിയിൽ ഒന്ന് നിൽക്കണമെന്നെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ നമ്മളുടെ ആവശ്യത്തിന് ചെലവഴിച്ചു എന്ന്. അതുപോലെ തന്നെ നമ്മൾ അറിവ്, ഇപ്പൊ മുബക്കിദുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് അറിവുണ്ട്. നമ്മൾ ഒരു പൊട്ടന്മാരല്ല, നമുക്ക് ദീനിനെ കുറിച്ച് അറിയാം. നമ്മുടെ പണ്ഡിതന്മാർ തന്നെ നമ്മളെ പഠിപ്പിച്ചെന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നത് ആരോടും ചോദിക്കാം. അത് നേതാക്കന്മാരാകട്ടെ പണ്ഡിതന്മാരാകട്ടെ ആരോടും ചോദിക്കാം. നമ്മൾ ഒരു പ്രഭാഷണം കേട്ട്, ഈ പ്രഭാഷണമല്ല, ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. വലിയ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത് രേഖപ്പെടുത്തി വെക്കും നമ്മുടെ തലയിൽ. മാത്രമല്ല നമുക്ക് സമ്പത്ത് ഉണ്ടോ അല്ലേ നോക്കിയിട്ടല്ല നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അത് ദീനിന്റെ മജ്‌ലിസിനോടുള്ള നമ്മുടെ ഇഷ്ടം, അറിവിന്റെ മജ്‌ലിസിനോടുള്ള നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അറിവിനോടുള്ളതാണ്. അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത്
നമുക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യം. നമ്മൾ ആരെയും ചൂഷണം ചെയ്യുന്നില്ല, നമ്മൾ ആരെയും സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്നില്ല, കച്ചവടം നടത്തുമ്പോൾ അതില് പടച്ചോൻ ഇഷ്ടപ്പെടാത്തൊന്നും ചെയ്യുന്നില്ല. വിവാഹം, നേരത്തെ പറഞ്ഞ വിവാഹം നടത്തുമ്പോൾ അതിൽ അനർഹമായ ഒന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നമ്മൾ വെള്ളിയാഴ്ച കുത്തുബ കേൾക്കുന്നതിന്റെ ഒരു ക്വാളിറ്റി നമ്മളുടെ കച്ചവടത്തിലും നമ്മളുടെ കൃഷിയിലും നമ്മളുടെ ജോലിയിലും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അള്ളാഹു നിങ്ങൾ എന്താണോ അറിഞ്ഞത് അതിനനുസരിച്ച് പ്രവർത്തിച്ചുവോ. സമ്പാദ്യം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്, എങ്ങനെയാണ് അത് ചെലവഴിച്ചത്. അപ്പോ അൽഹംദുലില്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ഒരു സമ്പത്തും നമ്മളെ അടുത്തില്ല. എന്നാലും നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ കയറി പണിക്കൊന്നും പോണില്ല. എന്നാലും അവിടെ തപ്പിയാലും പൈസ, അവിടെ തപ്പിയാലും പൈസ, അവന്റെ പെട്ടിയിലും പൈസ, ഓന്റെ റൂമിലും പൈസ ഒക്കെ പാടെ കാണുമ്പോ അമ്മ പറയും അടിച്ചു വരുന്നോടത്തൊക്കെ പൈസ. നമ്മളെ കുഞ്ഞാപ്പിനെ എവിടുന്നാണ് അവപ്പതൊക്കെ കിട്ടണമെന്നും വാപ്പാനോട് പറയും. അപ്പൊ വാപ്പ നമ്മളോട് ഇങ്ങനെ വേറെ നിലക്ക് 2 ദിവസം നമ്മളെ നിരീക്ഷിക്കും. 2 ദിവസം നല്ല ഉണ്ടോ എന്നൊക്കെ. എന്നിട്ട് വാപ്പ നമ്മളോട് ചോദിക്കും, അല്ല ഈ പൈക്കൊന്നും പോണത് കാണാനില്ല, ഒരു വെള്ളക്കുപ്പായം വെള്ളത്തിനിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് പൈസ കുറച്ച് തോന്നുന്നുണ്ടാവും, എൻ്റെ അടുത്ത് പൊട്ടുണ്ടാവോ എന്ന് നമ്മളോട് ചോദിക്കണം ഒരു ദിവസം. അപ്പൊ നമ്മൾ തന്നെ പടച്ചറപ്പ് എന്താക്കുന്നത്, ബാപ്പയാണ് ചോദിക്കണത്. അപ്പൊ ബാപ്പ നമ്മളങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വാപ്പയാണ് ഉണ്ട് അത് ഉണ്ട് എന്താ എന്റെ പണി, അല്ല എനിക്ക് പണി. പക്ഷേ ആ ചോദ്യത്തിന് കൃത്യമായി നമ്മൾ ഉത്തരം പറഞ്ഞാൽ അള്ളാന്റെ മുമ്പിൽ നമുക്ക് എളുപ്പം. നേരെ കുറച്ച് ബാപ്പ ചോദിക്കുമ്പോൾ ഉരുണ്ട് വെച്ചാൽ പടച്ചോന്റെ അടുത്ത് അയിലേറും ഉരുണ്ടി. കാരണം ബാപ്പ നമ്മളോട് ചോദിക്കുന്ന ഹറാമായ സ്വത്ത് വാപ്പ നമ്മളെ തിരിച്ചിട്ടില്ല. നമ്മളെ മക്കളെ നമ്മളെ ഹറാമിന്റെ സ്വത്ത് തീറ്റിക്കുന്നുണ്ടോ എന്നാണ് ഈ നോക്കണത്. വാപ്പാക്ക് ഗുളിക വാങ്ങി കൊടുക്കുമ്പോ അതില് ഹറാമിയത്തുണ്ടോ എന്ന് നോക്കുകയാണ്. അത് ക്ലിയർ ആകാതിരുന്നാൽ, അത് പറയാൻ ധൈര്യപ്പെടാതിരുന്നാൽ, നമ്മൾക്ക് മറ്റെന്തെങ്കിലും അന്വേഷണ ഏജൻസി വരുമ്പോ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവിടെ ഒന്നും നമുക്ക് വേറെ നന്മ വരില്ല. അപ്പോ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഹലാലായ മാർഗത്തിലാകുക, അതായ ഒരു പ്രശ്നമല്ല. ഒരു നാട്ടില് കുറേ ചെറുപ്പക്കാര് അല്ലെങ്കിലേ പൈസ കുറവാണ്, ഓര് ഈ കൊറോണ കാലത്ത് പെട്ടുപോയി. അപ്പൊ എന്താ, ഒരുത്തനെ ചേർത്തുവോ, 2 ആളെ ചേർത്തുവോ, 4 ആളെ ചേർത്ത്, മറ്റോ 6 ആളെ ചേർത്ത്, 6 ആള് 12 ആളെ ചേർത്ത്. നിസ്കരിച്ചാനൊക്കെ 1-ാം സഫ് തന്നെയാണ് ചേർക്കല്. നിസ്കരിച്ചോനി ചേർക്കൽ തുടങ്ങി. പള്ളിക്കൽ വരുന്നോനി ചേർക്കുക, അവിടുന്ന് പോണ അമ്മോശാക്കാനെ ചേർക്കുക, അമ്മായിമാനെ ചേർക്കുക, അങ്ങനെ ചേർത്ത് പോയി. അവസാനം പിന്നെ ഇത് പിടുത്തം വിട്ടുപോയി. ഇങ്ങനെ ഓരോ ആപ്പ് വെച്ചിട്ട് ഓരോ ചേർക്കലും, ഹൈ റിച്ചുകളും ലോ റിച്ചുകളും അതേപോലെ തന്നെ കോയിൻസുകളും ഒക്കെ ഉണ്ട്. ആ ജാതി ആപ്പിലൊന്നും പെടാൻ പോണം. അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, കച്ചവടം ചെയ്തുണ്ടാക്കുന്ന സമ്പത്ത്, ഇങ്ങനെ അല്ല എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളിലും കൊണ്ടുപോയി സമ്പത്ത് ചെലവഴിച്ചാൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്കയാണ്. നമ്മുടെ ശരീരം എന്തിനാണ് അള്ളാഹു നമുക്ക് നൽകിയതെന്നും അത് എന്തിനാണ് നമ്മൾ വിനിയോഗിച്ചതെന്നും നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് ആഖിറത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ സൗഭാഗ്യ ദുനിയാവിലെ ജീവിതം ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം വലിയ ഒരു സ്വപ്നമൊന്നുമില്ല. നമുക്ക് തല വെക്കാൻ ഒരു കൈത്തണ്ടയും, തിന്നാൻ ഒരു ഹുബുസും, പിന്നെ ഉറങ്ങാൻ ഒരു മരത്തിന്റെ ചുവടും കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ, അൽഹംദുലില്ലാഹ്. അത് കേൾക്കുമ്പോ കേൾക്കണോന്ന് തോന്നണം, പടച്ചോനെ വല്ലാത്തൊരു സുഖത്തിലാണവൻ. കടമുണ്ടാകാം, രോഗമുണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, പക്ഷെ അൽഹംദുലില്ലാഹ് എന്ന പദം ആത്മാർത്ഥമായി പറയാൻ സാധിക്കണം. മകന് രോഗമുണ്ടാവും, കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടാവും, നാവിന് ചിലപ്പോൾ ക്യാൻസർ വരും. ഇതൊക്കെയാണെങ്കിലും മറ്റേത് 3 ഉറങ്ങാൻ ഒരു മരത്തിന്റെ ചുവടും, ഒരു തിന്നാൻ ഒരു ഹുബുസും, തല വെക്കാൻ കൈത്തണ്ടയായി തലക്കാണി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതിൽ നമുക്ക് സന്തോഷവാനാവണം. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രവാസ ജീവിതം നയിച്ച് എല്ലാം ആയിട്ടും അവസാനം ഒന്നുമില്ല എന്ന് തോന്നുമ്പോഴും
അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനോടുള്ള കടപ്പാട്, വിശ്വാസം അതിന് അതിപ്രധാനമാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. നല്ല ഒരു ജീവിതം അല്ലാഹ് ആണിനും പെണ്ണിനും തരും. നമ്മളിപ്പോ പിന്നെ ചില ആളുകളൊക്കെ പറയാൻ അസർ കഴിഞ്ഞിട്ട് സുബൈ കഴിഞ്ഞ് നമ്മളൊന്ന് പിടിക്കാം. നിങ്ങളെ നാട്ടിൽ കേട്ടോ, സുബൈ കഴിഞ്ഞ് എല്ലാവരും തമ്മിൽ ചായയും കടിയൊക്കെ കുടിച്ച് കഴിച്ചൊക്കെ നല്ലോണം തോത്തിങ്ങാട് പെരീക്ക് ചെല്ലും. പിന്നെ അങ്ങനെ അസർ കഴിഞ്ഞ ചായ, മഗ്‌രിബ് കഴിഞ്ഞ ചായ. പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ല മനസ്സിലായി, ഞങ്ങളോട് നിസ്കരിച്ചു, നിങ്ങൾ ഇങ്ങനെ പീടിയിൽ പോയി ഓരോരോ ചായയും കടി കുടിച്ച് പോലും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. അതുപോലെ മധ്യയാള കുത്തിർന്നോട് കുത്തിർന്നാൽ മതി. അങ്ങനെ ആണുങ്ങളാവുമ്പോൾ കുറച്ചൊക്കെ അങ്ങനല്ല. അവർക്കുള്ള നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ അവർക്കും കിട്ടണം. അൽഹംദുലില്ലാഹ്. മാത്രമല്ല സ്വതക്കയിലും ധർമ്മത്തിലും ഒക്കെ അങ്ങനെയാണ്. ഹജ്ജിന് പോകുന്നിടത്ത്, കർമ്മങ്ങൾക്ക് പോകുന്നിടത്ത്, വിവാഹങ്ങൾക്ക് പോകുന്നിടത്ത്, കുടുംബ സമ്മരസനത്തിലൊക്കെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ ഏർപ്പരം അതല്ല, അള്ളാന്റെ അടുക്കൽ ആണാകട്ടെ പെണ്ണാകട്ടെ. അപ്പൊ പെണ്ണിനും ഒരു സങ്കടമൊന്നും ഉണ്ടാകട്ടോ. നമ്മൾ ഒരുപാട് ചില സഹോദരിമാരൊക്കെ പറയും, നിങ്ങളല്ല കേട്ടോ, ഇപ്പൊ പുതിയതായി വരുന്നവര് കല്യാണം വേണ്ട എന്തേ ഒന്നുമില്ല, അവനാന്റെ സ്വന്തം കാലം ഒന്ന് നിൽക്കട്ടെ, ഞങ്ങൾ ആരാന്റെ കാലം അപ്പൊ നിൽക്കണേ. അപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്വന്തം കാലം ഒന്ന് നിൽക്കട്ടെ. അപ്പൊ ഈ എവിടുന്ന ഈ സ്വന്തം കാലം നിൽക്കട്ടെ? ഇതിന്റെ മുമ്പേ നമ്മളൊന്നും സ്വന്തം കാലമല്ലേ നടന്നേ. അപ്പൊ എന്താണോ പിന്നെ ഭർത്താക്കന്മാർ ദീനിന്റെ ഒരു ബാധ്യത ഉണ്ട്. നമ്മൾ അധ്വാനിച്ച് കൊണ്ടുവന്നു കൊടുക്കണം. എന്നിട്ട് ഭാര്യമാർ അത് കൈകാര്യം ചെയ്യണം. അവരുടെ ആവശ്യങ്ങൾക്ക് പണം ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. കൂടുതലല്ല, ആവശ്യത്തിന്. ഇന്നെന്തെന്നറിയോ, ആ ക്രയവിക്രമങ്ങളൊന്നും കൃത്യമായി നടക്കാത്തത് കൊണ്ട് പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ചയാണ്. പണി കിട്ടാതെ കെട്ടിച്ചാനേക്കണ്ട, കെട്ടിച്ച മമ്മതും മാക്കിയാലും കൊടുക്കണ എപ്പോഴേലും ഒരു 5 രൂപയ്ക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് വേണ്ട, അവനാണ് ആലോചിക്കണേ. സഹോദരിമാരോടും കൂടി പറയാണ്, പുരുഷൻ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ചെലവിന് തരണം. നിർബന്ധമായ ജോലിക്ക് പോകേണ്ടതില്ല. പോകണമെന്ന് വാശിയുണ്ടെങ്കിൽ പോയിക്കോളി. പക്ഷേ അതുകൊണ്ട് എന്താ ജോലിക്ക് പോണേ? ഭാര്യയും ഭർത്താവും ജോലിക്ക് പോണ പെരേലെ കഥ എന്താ? അവിടുത്തെ പൂച്ച വരെ പട്ടിണി കാണില്ല. ബാക്കിയുള്ള കഥ പറയാണ്ടോ? ചൂടുള്ള വെള്ളമൊന്നും കിട്ടൂല. കാരണം പോയെന്ന് നേരം കൊടുത്താൽ പോയ വൈകുന്നേരം വന്നാൽ പിന്നെ പന വെട്ടിട്ടമാതിരി കിടക്കുക. കാരണം ഈ സഹോദരി എന്ത് ചെയ്യണം? വീട്ടിലെ ജോലിയും ചെയ്യണം, സ്കൂളിലെ ജോലിയും ചെയ്യണം, ഓഫീസിലെ ജോലിയും ചെയ്യണം, ഉള്ളു ജോലിയായി പോവാണ്. മറിച്ച് അങ്ങനെയല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരു പൊട്ടത്തരാണെന്നല്ലെന്ന് മനസ്സിലാക്കരുത്. അധ്വാനിച്ച് കൊണ്ടുവന്നു കൊടുക്കേണ്ടത് ഡ്യൂട്ടി പുരുഷനാണ്. അത് വേണ്ട വിധം കൈകാര്യം ചെയ്യേണ്ടത് സ്ത്രീയാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇബാദത്തിനും അതുപോലെ സൽക്കർമ്മങ്ങൾക്കും മക്കളെ നോക്കാനും പരിപാലിക്കാനും ഒക്കെ സമയം കിട്ടും. അതിലൂടെ നമുക്ക് ദുനിയാവിനോട് മല്ലിട്ട് കുറേ പണം എന്നതല്ല, പാരത്രികമായി നമ്മൾ ഇതുകൊണ്ട് സ്വർഗം നേടുക. ദുനിയാവിൽ നമുക്ക് അള്ളാഹു ഹിദായത്ത് 2 ഹിദായത്തുണ്ട്. ഒന്ന് ഹിദായത്തു തൗഫീഖ്. അള്ളാഹ് ഒരു ഹിദായത്തുകൾ തരും. നമ്മളിപ്പോ ഇവിടെ താമസിക്കണോണ്ട് നമുക്ക് പള്ളി ദീനി ഒക്കെ അള്ളാഹ് തരികയാണ്. പക്ഷെ ഇത് ആദ്യമായിട്ട് തന്ന ആ ഹിദായത്ത് കുറേ കാലം നിലനിൽക്കില്ല. അതൊരു കാറ്റേക്കാലം. ചിലപ്പോൾ ചില ആൾക്കാർ സുബൈക്കൊക്കെ പള്ളിക്കൊക്കെ വന്ന് ഉണ്ടാക്കി സ്കെച്ച് അങ്ങനെ. നിങ്ങളെ പള്ളിയല്ല കേട്ടോ പറയണേ, പള്ളിയൊക്കെ പുതുക്കി പണിതാല് ആദ്യത്തെ ദിവസമൊക്കെ 5 സൊഫ് 6 സൊഫൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ സൊഫ് പോയി പിന്നെ ആ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർ മാത്രം. ഈ ആവേശത്തിന്റെ ആൾക്കാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവേശമാണ്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റാനാണെന്നറിയോ? രണ്ടാമത്തത് പിന്നെ നമുക്ക് ഹിദായത്തു ദലാല, തെളിവ് കൊണ്ട് നമുക്ക് ഹിദായത്ത് കിട്ടണം. കാരണം തെളിവ് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പൊ സ്വതക്ക കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന ഘടകം എന്താണ്? സ്വതക്ക ആപത്തുകളെ തടയും, പൊതു നിയമമാണ്. സ്വതക്ക നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. സ്വതക്ക നാളെ തണലേക്കും. ഇങ്ങനെയുള്ള അറിവുകൾ. വാപ്പാനും മാനും നോക്കിയാൽ സ്വർഗം കിട്ടും. ഉമ്മാന്റെ കാലിന്റെ അരികിലാണ് സ്വർഗം. ഇത് അറിവ് കൊണ്ടാണ് നമ്മൾക്ക് ഈ സംസ്കാരം ലഭിക്കുന്നത്. അല്ലെ, വലത് കൈ കൊണ്ട് ചോറ് തിന്നാൽ കൂലി കിട്ടും.
വലത് കാല് കൊണ്ട് കയറിയാൽ കൂലി കിട്ടും, ഇടത്തെ കാല് വെച്ച് പുറത്തിറങ്ങിയാൽ നമുക്ക് കൂലി കിട്ടും. അപ്പൊ ഇതൊക്കെ പാരത്രികമായ ഗുണം കിട്ടും എന്ന് അറിവ് കൊണ്ടാണ്. അപ്പൊ നമുക്കൊരു തൗഫീഖ് അള്ളാഹ് തന്നു. ഇനി രണ്ടാമത്തെ തൗഫീഖ് നമ്മളുടേത് എന്താണ്? നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുക എന്നാണ്. എന്നിട്ട് പറയാണ് ഫലാ യളീലു വലാ യശ്ഖ. അപ്പൊ ഹിദായത്ത് നമ്മൾ കിട്ടിയാൽ ഹിദായത്തിനെ നമ്മൾ പിന്തുടരണം. ഹിദായത്തിന് വേണ്ടി നമ്മളങ്ങനെ തേടി വരുന്നില്ല. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ചിലരിങ്ങനെ പറയും, ആദ്യം MSMലൊക്കെ വർക്ക് ചെയ്ത് നല്ല കുട്ടിക്കാണ്, 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ നല്ല കുട്ടിക്കാണ്. പിന്നെ 8, 9 പോകുമ്പോ കാണാം കുട്ടിയൊക്കെ ഇങ്ങനെ വളർന്നു, ആകപ്പാടെ അങ്ങനെ ആക്കി, പാൻറ്റൊക്കെ കാണാം ആനന്റെ പാലുമായി, ആകപ്പാടെ അന്തം വിട്ടെ ഒരു കോമ്പൻ പറഞ്ഞില്ലേ. അപ്പൊ അല്ല മോനെ, എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ ഞാൻ ഇനി കുറച്ചാൾ ഞാൻ ഇങ്ങനെ നടക്കട്ടെ, എന്നിട്ട് ഒരു 25 വയസ്സിൽ പെണ്ണെട്ടാനാവുമ്പോ ഞാൻ വന്നു. അപ്പൊ അതിന്റെ അടുത്ത് കേട് വരാനുള്ള ഒരു കാലം നമ്മളൊക്കെ നാട്ടിലുണ്ട്. ബാപ്പാരെ നമ്മളെന്താ പറയാ, അത് സാരല്ല, ഓന്റെ മുടി ഓനല്ലേ, ഓന്റെ പാൻറ് ഓനല്ലേ അല്ലേ. ആ കാലത്തുള്ള പാസ്പോർട്ടിലോ അല്ലെങ്കിൽ ഓന്റെ ഇതിലൊക്കെ വാപ്പാന്റെ പേര് നമ്മൾ തന്നെയല്ലേ. നിങ്ങളാലോചിച്ചു, ഓന്റെ TC വാപ്പാന്റെ പേര് നമ്മൾ തന്നെയല്ലേ. ഓന്റെ മുടി ഓന്റെ പാൻറ് ഓന്റെ ചെയ്തു ഓന്റെ പോലൊക്കെ അത് ചോദിക്കേണ്ട ഡ്യൂട്ടി നമുക്കുണ്ട്. അങ്ങനെ കേട് വന്ന കുട്ടികൾ പിന്നെ രണ്ടാമത് 25 വയസ്സാകുമ്പോൾ നന്നായി വരും. നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊക്കെ നടന്നാൽ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. കുറച്ച് കഴിയുമ്പോൾ ശരിയാകാതെ പിന്നെ പോയിട്ട് പിന്നെ പെരക്കാരൻ മുഴുവൻ ശരിയാക്കണമെന്നില്ലേ. കല്ലാച്ചിയിലെ ഹമീദ് പെരിയിലുള്ള 5 ആളെ വെട്ടിക്കൊന്ന് ആ പെര ഒന്നും കാണിച്ചെടുക്കാം. എന്താ കാരണം? ലഹരിക്ക് അടിമയായി. അപ്പോ ഈ പോക്ക് നമ്മളുടെ ഹിദായത്ത് അള്ളാഹ് തന്ന് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തിയാൽ ഈ കുട്ടിയേക്കായ നമുക്കൊരു ബാധ്യത ഉണ്ട്. നമ്മൾ ആ ഹിദായത്തിന്റെ വഴി കൂടി തന്നെ സഞ്ചരിക്കുക. പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഉഷാറായിട്ട് ഇനിയൊന്ന് അടിച്ചു പൊളിച്ച് ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ തിരിച്ചു വരാൻ ഒരു വഴി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. മറ്റൊരു ചങ്ങായി കാട്ടുപോയില്ലേ, നമ്മളെ പിന്നെ പാലക്കാട് പോവാൻ, ഓൻ പോയത് ബൈക്ക് നടന്നെ പോയിട്ട്, പക്ഷെ ഇങ്ങോട്ടുള്ള വഴി അറിയാണ്ടാവില്ല. അപ്പൊ അതറിയില്ല. അതുകൊണ്ട് ദുനിയാവിൽ പിറക്കാതിരുന്നാൽ ആഖിറത്തിൽ നിന്ദിതനാവില്ല. ആഖിറത്തിൽ നിന്ദിതനാകാതിരിക്കാൻ ഒരു വ്യാപാരി, അയാൾ നല്ലൊരു വ്യാപാരിയാണ്, അയാൾ ഒരുപാട് സ്വതത്തെയും ധർമ്മമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് പിടിക്കപ്പെട്ടത് ഒരു പെൺവാണിഭ കേസിലാണ്. കേസല്ല, പെൺവാണിഭത്തിലൊരു അംഗമായിട്ടാണ് അയാൾ പിടിക്കപ്പെട്ടത്. അപ്പൊ എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് ബിസിനസ് മേഖല ആയതുകൊണ്ട് കുറച്ചൊക്കെ ചെറിയ ചെറിയ ഹറാമുകളിലേക്ക് പോയി അയാളുടെ നന്മയെ ഈ ഹറാമ് തകർത്ത് കളഞ്ഞു. ഹറാമിന് അത്രയും ദോഷം നമ്മുടെ ജീവിതത്തെ ബാധിക്കും. വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സൗഭാഗ്യത്തിന്റെ നഷ്ടം. അപ്പോ ഞാൻ പറഞ്ഞത് സൗഭാഗ്യമുള്ള മഹല്ലാണത്, സൗഭാഗ്യമുള്ള വീടാണ്. സൗഭാഗ്യമുള്ള വീട് നിങ്ങളൊക്കെ ഇവിടെ വന്നു. ചില നാട്ടിൽ ചെന്നാല് ഖുർആൻ ക്ലാസ്സിനൊക്കെ വരിക, വെള്ളക്കാട്ടുകാർ വരില്ല. വെള്ളക്കാട്ടുകാരെ ഒറ്റ പോലെയൊന്നും ഖുർആൻ ക്ലാസ്സിന് വരില്ല. അവിടെ മഞ്ഞക്കാടും ചുവപ്പുകാടും ഒക്കെ ഉണ്ടാവും, നീലക്കാടും ഒക്കെ. അതങ്ങനെ പോയി. കല്യാണം ഉണ്ടെങ്കിൽ വെള്ളക്കാട്ടുകാരെ മുന്നിലുണ്ടാകും. ഒരു കുട്ടികളും മക്കളും പെരിയിലെ പൂച്ചനി നായികയൊക്കെ നാട് പോയി. ഇവിടെ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്ത് നല്ലോണം നമ്മൾ ഉപയോഗിക്കുന്നു. അതുണ്ടോ ഇല്ലേ നോക്കിയല്ല, അള്ളാഹിന്റെ വഴിയെ ഞങ്ങളുണ്ട്, അള്ളാഹുവിന്റെ വഴിയെ ഞങ്ങളാണെന്നുണ്ട്. ഇത് ഇട്ടെറിഞ്ഞു പോയാൽ എന്താ കാര്യങ്ങൾ പത്രത്തിൽ കണ്ടില്ലേ? പിന്നെ 5 ആളുകൾ ആത്മഹത്യ ചെയ്തു. നല്ല സുമുഖനായ പുതിയാപ്പ, സുമുഖയായ ഭാര്യ, സുമുഖയായ ചുണക്കുട്ടികൾ, ഡിഗ്രി തലം വരെയൊക്കെ പഠിച്ചു. നല്ല ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ ആ ഫോട്ടോ കണ്ട് ഇവരിങ്ങനെ ആത്മഹത്യ ചെയ്ത്, അവർക്ക് പെരണ്ട്, അവർക്ക് കാറുണ്ട്, അവർക്ക് നല്ല ശമ്പളമുണ്ട്, 2 ലക്ഷം രൂപ ഭർത്താവിനുണ്ട്, 1 ലക്ഷം രൂപ ഭാര്യക്കുണ്ട്. പിന്നെന്ത്? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. നിങ്ങൾ എന്നെ കുറിച്ചുള്ള സ്മരണ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തെ ചുരുട്ടി കൂട്ടിയിട്ട് ഒരു കഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഇടുക്കും ഞാൻ. മനസ്സ് ഇടുങ്ങിപ്പോയാല് പിന്നെ നമ്മൾ വലിയ പെരയിൽ കുത്തുന്നുണ്ടും നമ്മൾ വലിയൊരു ഊഞ്ഞാലാടിയിട്ടും വലിയൊരു സ്വിമ്മിംഗ് പൂളിലായിട്ടൊന്നും കാര്യമില്ല. മനസ്സ് ഇടുങ്ങിപ്പോയാല് നമുക്ക് മടുക്കും ജീവിതം. അപ്പോ ഭർത്താവ് നീ പറയും, ഭാര്യനെയും കൊല്ലും, മക്കളെയും കൊല്ലും, എന്നിട്ട് മൂപ്പർ മാത്രം തൂങ്ങി മരിക്കും. അതുകൊണ്ട് ആകാശത്തേക്ക് കയറിപ്പോകുന്നവൻ ഉണ്ടാകുന്ന വിഷമം പോലെ മനസ്സിനെ എടുക്കാൻ അള്ള ഒരു കാരണമായി പറയുന്നത്
നിങ്ങൾ എന്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മെല്ലെ അത് മറന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങുന്നു എന്നാണ്. അത് ഇല്ലാതെ സമ്പത്ത് കൊണ്ട് സമ്പന്നത കൊണ്ട് നിങ്ങളുടെ മനസ്സ് സംതൃപ്തമാകുന്നു എന്നതല്ല. നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് നിറയുക എന്നാണ്. മനസ്സുകൊണ്ട്. ഞാൻ കഴിഞ്ഞൊരു ദിവസം എന്റെ വീട്ടിൽ ഒരാൾ കല്യാണം പറയാൻ വന്നു. അപ്പോ എന്റെ ഒറ്റ സുഹൃത്താണ്. കല്യാണമൊക്കെ പറഞ്ഞു കഴിഞ്ഞു മൊഴി ദുആ ചെയ്യണം. ഞാൻ എൻ്റെ മകളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ 2 വർഷം മുമ്പ് നടത്തി കൊടുത്തു. പ്രാർത്ഥിക്കണം, എന്നോട് പറയാം, കാരണം എൻ്റെ ഏറ്റവും സുഹൃത്താണ്, എല്ലാവരോടൊന്നും പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ഹൈറും ബർക്കത്തും തരട്ടെ, നിങ്ങളുടെ മകളുടെ വിവാഹത്തിൽ അള്ളാഹ് ഹൈറും ബർക്കത്തും നൽകട്ടെ, ആമീൻ. ഞങ്ങൾ രണ്ടാളും ദുആ. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ 2 കൊല്ലം മുമ്പ്? അപ്പൊ അദ്ദേഹത്തിന്റെ മഹലിലെ പള്ളിയിൽ ഉസ്താദിനോട് പറഞ്ഞല്ലോ, എന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് മൗലവി, എന്റെ മോളെ കല്യാണം കഴിയുന്ന ആ സമയത്ത് ഒരു കുട്ടിയുടെ കല്യാണം കൂടി നടത്തി കൊടുക്കണം എന്ന് എനിക്കൊരു പൂതിയുണ്ട്, അതിന് സമ്പത്തൊക്കെ നിലനിർത്തി തരാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് ഇഷാഖ് ചെന്നപ്പോൾ പറഞ്ഞല്ലോ, അല്ല പോ, എൻ്റെ മകളെ കല്യാണം നടത്തുന്ന കാലത്ത് ഉണ്ടാവുമോ എന്നറിയില്ല. എൻ്റെ മകളെ കല്യാണം നടക്കുന്ന കാലം 2 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവുമോ എന്നറിയില്ല. ഈ അങ്ങനെ നിയ്യത്ത് ചെയ്തിക്കണമെങ്കിൽ അത് ഇപ്പൊ തന്നെ ആയാൽ എനിക്കത് നാളെ കിട്ടൂലേ. അപ്പൊ അദ്ദേഹം ചെയ്തൊരു ഉസ്താദിനോട് പറഞ്ഞു, നമ്മളൊരു കുട്ടിനെ കാണിച്ചു തരും. 2 ദിവസം കൊണ്ട് ഒരു കുട്ടിനെ കാണിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ നിക്കാഹ് ഉറപ്പിക്കപ്പെട്ടതായിരുന്നു. വസ്ത്രവും അവിടത്തേക്ക് ആ കല്യാണത്തിനുള്ള ഭക്ഷണവും ഒക്കെ അദ്ദേഹം കൊടുത്ത് ആ കല്യാണം നടത്തി. ഇന്ന് അദ്ദേഹം പറയാണ്, ആ മനുഷ്യൻ അത് പറഞ്ഞപ്പോൾ ഞാൻ അതിപ്പോ തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് എന്റെ കൂലി അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ പണം ഇട്ടാൽ അതവിടെ അങ്ങനെ കിടക്കുകയല്ലോ, അതിനേക്കാൾ വലിയ ഷെയറാണ് അള്ളാഹു ചെയ്യുന്നത്. വല്ല നേരത്തെ കാലത്ത് ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മളൊരു തെങ്ങ് വളരുന്നത് പോലെ, ഒരു വാഴ വളരുന്നത് പോലെ വളർന്ന് 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 അതിന്റെ ധർമ്മവും കൂലിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസിക്കപ്പോഴും മനസ്സുകൊണ്ടുള്ള സൗഭാഗ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷവാനായിരിക്കണം, വിഷമഘട്ടങ്ങളല്ല. സൗഭാഗ്യം നമ്മൾ ദുനിയാവിലുള്ള സുഖങ്ങളൊന്നും ഉപയോഗിക്കണ്ട, അല്ലെങ്കിൽ വേണ്ട എന്നല്ല. നമ്മളിവിടെ ഒരു AC വെക്കുമ്പോൾ നാളെ ഖബറിൽ ഒരു AC ഉണ്ടാകുമോ? അതിനുള്ളൊരു വഴി നമ്മൾ കണ്ടെത്തും. ഇവിടെ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കറി ഉണ്ടാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ കറി ഉണ്ടാക്കിയിട്ട് റസൂലോട് പറഞ്ഞു, ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, റൊട്ടി ഉണ്ട്, വിശക്കുമ്പോൾ തിന്നോണ്ട് ഞാനൊന്ന് പുറത്ത് പോയി വരട്ടെ. കുടുംബത്തിൽ തന്നെ പോയി വന്നു റസൂലിനോട് ചോദിച്ചു, കറി ഉണ്ടോ? അപ്പൊ റസൂല പറഞ്ഞു, കറി കൂട്ടിയില്ലേന്ന് ചോദിച്ചപ്പോ റസൂല പറഞ്ഞു, കറിയൊക്കെ ബാക്കിയായി. വായിച്ചപ്പോൾ സങ്കടമായി. കാരണം ഉണ്ടാക്കിയ കറി നാം പറ്റായിട്ടാണ്, എന്തെങ്കിലും ബാക്കിയായത്. പേടി എന്താ വെച്ചാൽ മുഴുവൻ മുപ്പര് കൂട്ടുമെന്നാണ് പേടി. അതുകൊണ്ടാണ് ചോദിച്ചത്, പൗതി അവിടെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. അപ്പൊ റസൂൽ അലൈഹിസ്സലാം പറഞ്ഞു, ബാക്കിയായി. അകത്ത് ആയിഷ കയറി ചെന്നുമ്പോ കലം കമഴ്ത്തി വെച്ചിട്ടുണ്ട്, കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലിനോട് ചോദിച്ചു, ബാക്കിയായി തന്നെ ഇതിലൊന്നും കാണാറില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, അതെ, അതാ ഞാൻ ബാക്കിയായി എന്നാണ്. അതാ ഒരു ഉമ്മയും 2 മക്കളും വന്നു ഇവിടെ, ഞാൻ അവർക്കത് കൊടുത്തു. ആയിഷ അത് ബാക്കിയായി, കൊടുത്തതാണ് ബാക്കിയായത്. ബാക്കിയുള്ളവർ വിളിച്ചു പോകും, കൊടുത്തതാണ് നമുക്ക് ബാക്കിയായത്. നമ്മുടെ അടുത്തുള്ളത് നമുക്ക് ബാക്കിയായതല്ല, അതെപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകാം. അപ്പോ അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യത്തെ നമ്മൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞില്ല. പക്ഷെ അത് നന്മക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, സ്വതക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോൾ, ഹലാലായ യാത്ര പോകുമ്പോൾ, ഹലാലായ രൂപത്തിലുള്ള ജീവിതം നയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന, നമ്മളുടെ ചെലവഴിക്കുന്നത് പോലും പുണ്യമാണ്. നമ്മളുടെ മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ അള്ളാഹു സ്വതക്കയിൽ ഉൾപ്പെടുത്താം. നമ്മളുടെ ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ സ്വതക്കയിൽ ഉൾപ്പെടുത്താം. മറിച്ച് അത് ഹറാമിയത്ത് അവരാന്റെ മക്കൾക്കാണെങ്കിൽ പോലും അത് നമുക്ക് നഷ്ടമാണ്. ഒരു വാഹനം, നമ്മളുടെ ഭാര്യ, അതോടൊപ്പം തന്നെ നമ്മളുടെ വീട് നമുക്ക് സൗഭാഗ്യങ്ങളാണ്. ഈ സൗഭാഗ്യങ്ങളിൽ നമ്മൾ ആരും ഒരു ഓവർ ആയിട്ട് നമ്മൾ ഉണ്ടാവാറില്ല.
അങ്ങനെയല്ല, വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് നീട്ടിട്ടാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ പറഞ്ഞത്, നമ്മൾക്ക് അള്ളാഹു തന്നിട്ടുള്ള ദുനിയാവിനെ നമുക്ക് സൗഭാഗ്യമായി ഉപയോഗിക്കാം. ആ സൗഭാഗ്യത്തിൽ നമ്മൾ അതിരുവിടാതിരിക്കുക എന്നതാണ് പാരത്രിക മോക്ഷത്തിന് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ദുനിയാവിൽ നമുക്ക് അള്ളാഹു തന്ന ഒരു ഓഹരിയുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ പള്ളിക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, സഹോദരന്മാർക്കും സഹോദരിമാർക്കും വന്നുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം ഈ പള്ളി. അങ്ങനെയാണ്, സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ മക്കള് നമ്മളുടെ ഹൃദയം കൊണ്ട് അറ്റാച്ച് ചെയ്യപ്പെട്ട ഒന്നാണ് പള്ളി. അപ്പൊ ഞാനിങ്ങനെ യാത്ര പോരുകയാണ്. ഞാൻ ഒരു 2 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ യാത്രാ മധ്യയാണ് അസറിന്റെ സമയമാകുന്നത്. അപ്പൊ അങ്ങനെ പോരുമ്പോ പ്രായമായ കുറെ ആളുകള് കുറച്ചൊക്കെ ദൂരം നടന്നുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ആ വരുന്നവരുടെയൊക്കെ മുഖം ഒരു പുഞ്ചിരിയോടുകൂടിയാണ് കാണുന്നത്. നമ്മൾ വാഹനം ഓട്ടുമ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല, എന്നാലും ഒക്കെ ഇങ്ങനെ വടി കുത്തി വരുന്നുണ്ട്, ചിലർ കൊട കുത്തി വരുന്നുണ്ട്, ഒക്കെ വളരെ സുന്ദരമായ പുഞ്ചിരിയോടുകൂടിയാണ്. ആ പള്ളിക്കൽ ഇപ്പൊ മന്ദിട്ടായിട്ടൊന്നുമല്ലല്ലോ, അല്ലെ? ആ പോകുന്ന എന്താ ആ ഒരു സഞ്ചാരപാത ഒരു സൗന്ദര്യത്തിന്റെയും സന്തോഷത്തിന്റേതുമാണ്. അപ്പൊ പള്ളി എന്ന് പറയുന്നത് അവിടെ നിന്ന് വിളിക്കുന്നത് ഒരു കല്യാണത്തിന് വിളിക്കുന്നതിനേക്കാൾ സന്തോഷം നമ്മുടെ ഹൃദയത്തിന്, നമുക്ക് മാത്രമല്ല നമ്മളെ കുടുംബത്തിന്. വെള്ളിയാഴ്ച ആ പള്ളിയിലുള്ള ആ ജുമഅ ഒരു എന്താ പറയാ, ഒരു ചെറിയ പെരുന്നാൾ പോലെയാണ്. നമുക്ക് ഒരു ആഘോഷത്തിൻ്റെതാണ്. നമ്മള് 2 റക്അത്ത് നിസ്കരിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ജുമഅ കഴിഞ്ഞ് നല്ല ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരുടെ പുരയിലും നല്ല ഭക്ഷണമാണ്. കാരണം വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാൻ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താന്നാണ്. അത് ദീനുൽ ഇസ്ലാം എന്ന് അകത്താകണം, പുറത്താണ് പോട്ടെ, അകത്താകണമെങ്കിൽ പള്ളിക്ക് എല്ലാവരും എത്തും വേണം. പുറത്തു പോണല്ല, അകത്ത് നമ്മളെ ഭാര്യ ജുമഅക്ക് പോന്നോ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല, ചില നാട്ടിൽ അങ്ങനെയല്ല. എന്ന് പറഞ്ഞാല് പുരുഷന്മാരൊക്കെ വളരെ സജീവവും, സ്ത്രീ ജനങ്ങള് അവര് പള്ളിയിലേക്ക് ഉണ്ടാവില്ല, ജുമഅക്ക് വരില്ല. എന്നൊരാൾ മെസ്സേജ് അയച്ചത് കണ്ടു. ചില ആളുകൾ പള്ളിയിലേക്ക് പള്ളിയിൽ വരിക എന്നുള്ളത് മൂക്കിൽ പഞ്ഞി വെച്ചതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. അതൊരു വലിയ ദൗർഭാഗ്യമല്ലേ? നമ്മളൊരു പല പണിത് അതിക്ക് താമസാക്കണീന്റെ 2 ദിവസം നമ്മൾ മരിച്ചിട്ട് നമ്മൾ ആ സിറ്റ് ഔട്ടിൽ കൊണ്ടുവരുമ്പോ എത്ര സങ്കടം ഉണ്ടാവും. കാരണം ആ വീട്ടിൽ അയാളെ മയ്യത്താണ് കയറ്റിയത്. അതേപോലെ സഹോദരി ഓർക്കുക, ഈ പള്ളി എത്ര സുന്ദരമാണ്. നിങ്ങളിവിടെ ഇല്ലാതെ ഒരു ജുമഅ നടക്കാതിരിക്കാം. വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മളുടെ മനസ്സിന് വലിയ സന്തോഷമാണ്. നേരത്തെ കുളിച്ച് ഒരുങ്ങി ഭർത്താവിന്റെ കൂടെ ഉപ്പയുടെ കൂടെ ഒരുങ്ങി അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് കഹ്ഫ് പാരായണം ചെയ്ത് ഇരുന്ന് ജുമഅ ശ്രവിച്ച് നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് നല്ലൊരു കമ്പനി കിട്ടുന്നു എന്നുള്ളതാണ്. ഒച്ചയും വിളി കോലാഹലം എന്നല്ല, നല്ലൊരു കൂട്ടുകെട്ട്. അസ്സലാമലൈക്കും. അപ്പൊ അത് നമുക്കൊരു മരണ സമയത്തൊക്കെയാണ്, ചില മരണത്തിന്റെ സമയം ഇങ്ങനെ അടുത്തു നിൽക്കുമ്പോ ഈ മരിക്കുന്ന വ്യക്തി ഇങ്ങനെ കയ്യിൽ തരയും, വേണ്ടപ്പെട്ടവരുടെ കൈ ഇങ്ങനെ തരിയായിരിക്കും. ഇങ്ങനെ പിടിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അവരെ തൊടുക, അവരെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. ഒരു വല്ലാത്ത അനുഭൂതിയാണ് അവനവന്റെ വേണ്ടപ്പെട്ടവർ. അപ്പോ ദുനിയാവിനെ നമുക്ക് അള്ളാഹു തന്നത് ആഖിറത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് കണ്ണ്, കാത്, കരള് ഒക്കെ വളർന്ന് വലുതായി അവിടെ ഏകദേശം 2.5 കിലോ 2.25 കിലോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആവുള്ളൂ. അതിന്റെ അപ്പുറം അവിടെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോ അവിടെ അങ്ങനെ ഉരുളാനും മറിയാനും സ്ഥലമില്ലാതെ അപ്പൊ അള്ള പറഞ്ഞു, ഇവിടെ സ്ഥലമില്ലാതെയൊക്കെയല്ലേ, എന്നാ അങ്ങോട്ട് പോരി ഇറങ്ങി നമ്മളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു.
അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വളർന്ന് വലുതായി, കുറച്ചായി, 50 വയസ്സായി, 55 വയസ്സായി. ഇപ്പൊ നമുക്ക് ഏകദേശം 60 വയസ്സാവുമ്പോ ഏകദേശം പഞ്ചാര വേണോ? പഞ്ചാര മാണ്ട, ഉപ്പ് വെളിച്ചെണ്ണ വേണ്ട, ഏകദേശം നമ്മളൊക്കെ ഉണ്ട് നമുക്കൊക്കെ. അപ്പോ നമുക്കിപ്പോ ഇനിയിപ്പോ ഇവിടെ ഒരു തോനൊന്നും വേണ്ട, നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ തോന്നിപ്പോകുന്ന ഒരു കാലാണ്. അപ്പൊ അവ പറയാണ്, നിങ്ങൾ വേറൊരു വിശാലമായ ലോകമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി. അവർക്കുള്ളൊരു വഴിയാണ് നമ്മളെ ഖബർ. അവിടേക്കുള്ളൊരു വഴിയാണ് ഖബർ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ പള്ളിപ്പറമ്പ് ഒരു പേടിയുടേതല്ല, നമുക്ക് പോകാനുള്ള ഒരു വലിയ എന്താ പറയാ, ഒരു സ്ഥലമാറ്റത്തിനുള്ള ഒരു വലിയ കവാടമാണ്. വെൽക്കം ടു ആഖിറ, വെൽക്കം ടു ആഖിറ. അങ്ങനത്തെ ഒരു ബോർഡൊക്കെ അവിടെ ഇല്ലാന്നുള്ള സത്യമാണ്, പക്ഷെ അങ്ങനത്തെ ഒരു സന്തോഷത്തിൻ്റെതാണ്. അപ്പോ അറളീതുമിൽ ഹയാത്തി ദുനിയ, നിങ്ങളിങ്ങനെ ദുനിയാവിനെ മല്ലിട്ട് അതുമായി ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് അതുമായി മല്ലിട്ട് ജീവിതം അയിമ ഉരുണ്ട് പോകണോ? എന്നാൽ ആഖിറത്തിലേക്ക് കുറച്ച് രണ്ട് നിർഭയത്വം ഉണ്ടാവില്ല, രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് നിർഭയത്വം ഉണ്ടാവില്ല. രണ്ട് പേടിയില്ല, രണ്ട് നിർഭയത്വമല്ല. ഒന്നുകിൽ ഇവിടെ നമുക്ക് കുറച്ച് പേടിയിലാണ് നമ്മൾ ജീവിക്കണമെങ്കിൽ അവിടെ നമുക്ക് പേടിയില്ല. ഇവിടെ നമ്മൾ പേടിയില്ലാതെ ജീവിക്കണമെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് പേടിക്കേണ്ടി വരും, അല്ലെ? നമുക്കിപ്പോ ഒരു ജൂൺ 4-ാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു നിർഭയത്വം ഉണ്ടല്ലോ, അതിന്റെ മുമ്പുണ്ടായിരുന്ന ഒരു ഭയം, ഒരു നിർഭയത്വം, അത് വെറുതെ ഉള്ള തന്നൊന്നല്ല, നിങ്ങളൊക്കെ ദ്വാർന്നിട്ട് തന്നതാണ്. ജൂൺ 4-ന്റെ മുമ്പ് ആ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ പള്ളികളിൽ നിന്ന് വരെ പടച്ചറപ്പേ മുഅ്മിനീങ്ങളായി ഞങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും പങ്കെടുക്കാനും കേൾക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ തരണേ എന്ന് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാണ് പടച്ചോൻ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത്. അത് നമ്മൾ ഇനി അത് ഉപയോഗിക്കുന്നത് നമ്മളുടെ ദീനിയായ ആവശ്യങ്ങൾക്കാണ്, ദീനിയായ ദഅവത്തിനാണ്, ദീനിയായ പ്രബോധനങ്ങൾക്കാണ്. ദീനിയായി ജീവിച്ചുകൊണ്ട് നമ്മൾ മെല്ലെ ഒരു മതിലുപടിയായിട്ട് നമ്മൾ കൂടുന്നില്ല, നമ്മൾ ഇതുമായി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ആഖിറത്തിന്റെ സൗഭാഗ്യം അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീന യഖൂലുന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ അവിടെ നിന്ന് കുറ്റ്യാടിയിൽ നിന്നുള്ള ഒരു ആങ്ങളെയും ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. ഹജ്ജിന് പോകുന്ന തിരിച്ചു പോരാൻ നേരം ബാഗൊക്കെ റെഡിയാക്കി സംസമിന്റെ കന്നാസൊക്കെ വെച്ച് സാബിക്കോട്ടെ ബസ് കാത്തു നിൽക്കുമ്പോൾ ആങ്ങളെ മെല്ലെ ഇങ്ങോട്ട് മറഞ്ഞു, കസേര ഇരിക്കണ ആ ബാഗിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മറഞ്ഞു. അപ്പൊ പെങ്ങൾ ചിരിക്കണം, അല്പം പൊട്ടിനാ ചിരിക്കണം. ആങ്ങളെ വെക്കുമ്പോ പെങ്ങൾ ചിരിക്കുക എന്ന് പറയുന്നത് വലിയ കുട്ടിക്കളിയല്ലത്. അപ്പോ പെട്ടെന്ന് ഇങ്ങനെ താങ്ങി പിടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇവിടെ കുറച്ചൊക്കെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി, ആംബുലൻസ് വന്ന് കൊണ്ടുപോകണം. അപ്പൊ ഈ ചിരിക്കുന്ന പെങ്ങളോട് ചോദിക്കുന്നത് എന്താ, നോമ്പൊക്കെ തന്നെ പറഞ്ഞു, കുറച്ചോനെ 5 കഴിഞ്ഞ് 2 ഇവിടെ മടങ്ങിയത്, പിന്നെയും പഴയ പോലെ തന്നെയാണ്, കുറച്ചോനെ ഇച്ചി കൊണ്ടോണേ അവിടുന്ന് തന്നെ പറഞ്ഞില്ല. അപ്പൊ അതേക്കാരെന്ന് വിചാരിച്ചിട്ട് ചിരിച്ചതാണ്. അത് തന്നെയായിരുന്നു. വെള്ളിയാഴ്ച മരണം വരണേ എന്ന് റബ്ബിനോട് ദുആയിരുന്ന് വെള്ളിയാഴ്ച മരിച്ചു എന്ന് കേൾക്കുമ്പോ മക്കളായ ആ വീട്ടിലെ മക്കൾ നിങ്ങൾ ചെല്ലുമ്പോ പറയല്ലേ, വാപ്പ വെള്ളിയാഴ്ച മരിച്ചു, വാപ്പ വെള്ളിരാവിലെ മരിച്ചു. അപ്പോ മരണം ഒരു സന്തോഷമാകുന്നത് എവിടെ മരിച്ചു, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാണോ മരിച്ചത്, അല്ലെങ്കിൽ അപകടം പറ്റിയാണോ മരിച്ചത് എന്നല്ല, ആ ദിവസം ഏതാണ്, അയാളുടെ മരണസമയത്ത് അയാൾക്ക് കെലിമ ചൊല്ലാനായോ, പ്രകൃതി ദുരന്തങ്ങളിൽ മരിക്കുന്ന വിശ്വാസികൾ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. അള്ളാഹു ആ പദവി നൽകി വയനാട്ടിൽ മരണപ്പെട്ട വിശ്വാസികളെ അള്ളാഹു ആദരിക്കുമാറാകട്ടെ. നമുക്ക് ആർക്കും കിട്ടിയല്ലോ, ഒരു വീട് തകർന്ന ഒരാൾ മരിക്കണമെങ്കിൽ അയാൾ ശുഹദാക്കളുടെ കൂട്ടത്തിൽ. കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ രക്തം വാർന്നിട്ട് ഒരു ഉമ്മ രക്തസ്രാവത്തിലൂടെ മരിക്കുകയാണെങ്കിൽ ആ ഉമ്മ ശുഹദാക്കളുടെ കൂട്ടത്തിൽ. കടല്ലാതെ മരിച്ചാലും ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. ഞാൻ ആ ഹദീസ് പറഞ്ഞ് കടല്ലാത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അത് എന്നാ പിന്നെ അങ്ങനൊന്നും ഉണ്ടാവില്ല, കിട്ടൂല. അതെന്താ, കോടികൾ ഉള്ളവന് കോടികൾ കടമാണ്, ലക്ഷങ്ങൾ ഉള്ളവന് ലക്ഷങ്ങൾ കടമാണ്.
ആയിരങ്ങളുള്ളവന് 1000 കടാണ്. കട ഉണ്ടാവുക എന്നുള്ളത് ഒരു എന്താ പറയാ, പിന്നെ ഒരു സ്റ്റാറ്റസ് ആണ്. കടൊക്കെ ഉണ്ട്, കടണ്ട്, ഓന് കടണ്ട്. അപ്പോൾ ചില ആളുകൾ എന്തിനറിയോ, നാട്ടുകാർ കടം ചോദിക്കാൻ വണ്ടി എവിടെയെങ്കിലും എടുത്തിട്ട് കുറച്ച് കടന്നു. അപ്പോൾ ആൾക്കാർ ഓൻ തന്നെ കടത്തില്ല. വിളവിനാണ് നമ്മൾ ചെയ്യണമെങ്കിലും അള്ളാന്റെ അടുത്തതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ദുനിയാവിന്റെ സൗഭാഗ്യം നമ്മുടെ ആഖിറത്തിനുള്ള നഷ്ടമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ മലക്ക് നമ്മളെ വന്നിട്ട് പറയും, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ബിമാ കുൻതും തഅമലൂൻ. അപ്പോൾ നമുക്ക് ഈ ദുനിയാവ് സുഖമാകുന്നത് പോലെ ആഖിറത്തേക്കുള്ള ആ യാത്ര കൂടി സുഖമാകാം. യാത്ര കൂടി നമുക്കിങ്ങനെ കടന്ന് മരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് മരിക്കുമ്പോ കെലിമ 3 പ്രാവശ്യം ഉറക്കെ ചെല്ലാനുള്ള തൗഫീഖ് അള്ളാഹ്. അള്ളാഹുടെ നമുക്ക് പിന്നെ വെള്ളിയാഴ്ചയോ വെള്ളി രാവിലെയൊക്കെ അള്ളാഹു നമുക്ക് ആക്കി തന്ന സന്തോഷമാണ്. അള്ളാഹു അങ്ങനെ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ആമീൻ പറയാൻ ബേജാറാവുന്നതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച തന്നെയാണെന്ന് വിചാരിച്ചണ്ട. അപ്പൊ ഉണ്ടാവും വെള്ളിയാഴ്ചക്ക് ഇനി അടുത്ത വെള്ളിയാഴ്ച ആയാലോ അതൊന്നും ആലോചിക്കണ്ട. കാരണം തരുമോ, കൊടുന്നതിനെയാണ്. നമ്മൾ പറയില്ലേ, ഹൃദയാഘാതത്തിന്റെ അളവ് കൂടിയിട്ടുണ്ട്. മുണ്ടക്കൈയിലെ വീട്ടില് വല്യമ്മി ഉറങ്ങുകയാണ്, മകനും ഉറങ്ങുകയാണ്. വല്യമ്മി ഉറങ്ങുകയാണ്, മകനും ഉറങ്ങുകയാണ്. പേരക്കുട്ടി ഉറങ്ങുമ്പോ പേരക്കുട്ടി ഇങ്ങനെ ഉണർന്നു നോക്കുമ്പോ ആദ്യം സ്വപ്നാന്ന് എഴുതി, പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നപ്പോ യാഥാർത്ഥ്യം തോന്നി. എന്താ സംഭവിച്ചത്? എഴുന്നേക്കാനാകുന്നില്ല. വല്യമ്മ അപ്പുറത്തെ കട്ടിൽ വീണ്ടെന്നറിയാം. വല്യമ്മ മരിച്ചു. വല്യമ്മ നിങ്ങൾ മരിച്ചോ എന്ന് ചോദിച്ചൂടല്ലോ, അത് ചോദിച്ചാൽ മോശമായി പോയില്ലേ. വല്യമ്മ ബാക്കിയുള്ളവരൊക്കെ പോയില്ലേ, കാരണം അപ്പുറത്തെ റൂമിന് പകരം അവിടെ വെളിച്ചാ കാണുന്നത്, തൊട്ടപ്പുറത്തെ ഹോളിന് പകരം അവിടെ വെളിച്ചാണോ നോക്കുമ്പോ കാണുന്നത്. ഇരുണ്ടൊരു വെളിച്ചുണ്ടാവുമല്ലോ രാത്രിയാണെങ്കിലും, അതാ കാണുന്നത്. അപ്പോ ചോദിച്ചു വല്യമ്മാനോട്, 78 വയസ്സായ വല്യമ്മാൻ ചോദിച്ചു, വല്യമ്മ മറ്റോരൊക്കെ പോയില്ലേ? അപ്പോ ജനലിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന വല്യമ്മ പറഞ്ഞ വാക്കുകൾ കാണുന്നു. എന്താ വല്യമ്മ പറഞ്ഞല്ലോ, എടാ നമ്മൾ ജനിച്ചപ്പോ തന്നെ അവതരിച്ചിട്ടുണ്ടാവില്ലേ, അതിനനുസരിച്ചപ്പോ പോണ്ടേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെച്ചിക്കണമെങ്കിൽ ഞാനും കൂടി ഇതിന് പോകാനുള്ളതാണ്. അങ്ങനത്തെ അമ്മമാരൊക്കെയാണ് നമ്മളെ വളർത്തിയത്. അങ്ങനത്തെ വല്യമ്മമാരൊക്കെയാണ് നമുക്കുള്ള മുതല്, അല്ലേ? അത് എഴുതി വെച്ചതിനനുസരിച്ച് പോണ്ടേ. മുണ്ടക്കയിലെ മരിച്ചു പോയവരൊക്കെ വിചാരിച്ച് കണ്ടേ, മുഅ്മിനീങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോകുന്നവരെന്താ വിചാരിച്ചാണോ, ഇത് ഖിയാമമായിരിക്കുമെന്നാണ്. 4 പൊട്ടലും വീട്ടിലും നമ്മള് സൂറത്തുൻ നബ മുതൽ കൊണ്ട് താഴോട്ടുള്ള 8-10 സൂറത്തുകളിലൂടെ കേൾക്കുന്ന മുട്ടിയടക്കി വരുന്ന ഖിയാമം തന്നെയാകുന്നു സത്യമെന്നൊക്കെ കേട്ട ആളുകൾ വിചാരിക്കുന്നത് ഖിയാമമായിരിക്കും, അടുത്തതിന് പൊട്ടിപ്പൊടിയായി മറിഞ്ഞ് പോവുകയാണല്ലേ. അവരുടെ മരണത്തോട് അവര് ചിന്തിച്ചതായിരിക്കും ഖിയാമം. നമ്മളൊക്കെ പിന്നെ രണ്ടാമത് പത്രം വായിച്ചത് കൊണ്ടും മീഡിയ കണ്ടത് കൊണ്ടല്ലേ നമുക്കിത് ഖിയാമല്ല തോന്നിയത്. അവരുടെ ഖിയാമം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ദുരിതത്തിലെ സൗഭാഗ്യം ക്ഷമയാണ്. മുണ്ടക്കൈ സാധാരണ ഹോട്ടലുണ്ട്, പക്ഷെ ചൂരൽമലയിൽ അങ്ങനെയൊന്നുമില്ല. ചൂരൽമലങ്ങളൊക്കെ നാട് മാറി ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ മല, ഇങ്ങോട്ട് നോക്കിയാൽ മലയൊന്നും ആവില്ല. അവരങ്ങാടി കുറെ പീടിയ, കുറെ ബസ്, കാറ് ഒക്കെ കാണാം. അപ്പൊ മുണ്ടക്കൈ പൊട്ടുമ്പോ സാധാരണ എല്ലാവരും വിരുന്ന് പോയാലും ചൂരൽമലയ്ക്കാണ്, കാരണം അവിടെയല്ലേ മല പൊട്ടുക. അപ്പൊ അവരെല്ലാവരും കൂടി ഇങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ 1:30, 2 മണി 3 മണിക്ക് ഇങ്ങനെ നടന്നു പോരുകയാണ്. എല്ലാവരും കൂടി റാലിയായിട്ട് മുണ്ടക്കൈയിൽ നിന്ന് ഇങ്ങനെ പോരുകയാണ്. പോരുമ്പോഴാണ് ആദ്യം പൊട്ടിയ ആ മണ്ണും കല്ലും പാറയും മരങ്ങളും ചേർന്നൊരു ബണ്ടായി മേലെ നല്ലൊരു ബണ്ട് രൂപീകരിക്കപ്പെട്ടു. ആ ബണ്ടിൽ വന്ന വെള്ളം രണ്ടാമത് റിട്ടേണായിട്ട് പള്ളിക്കൊക്കെ ഇടിച്ച് കയറി. രണ്ടാമത്തേന് ആ ബണ്ട് പൊട്ടി ഈ നടന്നു പോകുന്നവരൊന്നായിട്ട് പോവുകയാണ്. ഓരോരോ തീരുമാനങ്ങൾ നോക്കിങ്ങൾ. ഒരു സുരക്ഷിതത്വത്തിനും ചൂരൽമലയിലെ ഒരു പ്രകൃതത്തിലില്ല. മല പൊട്ടി വരാനോ മല ഇടിഞ്ഞു വരാനൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് പോവുകയാണ്. നമ്മളുടെ നാടും എങ്ങനെയാണ് അള്ളാഹ് അടിമേൽ മറിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. 3 ദിവസം 4 ദിവസം മുമ്പ് ഒരു ഹസൻകുട്ടി സാഹിബ് എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കാം, ഒരു മാഷെ കിടക്കല്ലേ, അദ്ദേഹത്തിന് മാഷാണ്, അദ്ദേഹത്തിന്റെ മക്കളെ പഠിപ്പിക്കുന്നത്. മാഷെ കിടക്കല്ലേ. ഞാൻ ചോദിച്ചാൽ എന്താണ് ഹസൻകുട്ടിക്ക്? 10:30 മണിക്ക് കിടക്കല്ലേ. ഈ അയൽപ്പക്കത്തുള്ള 8-10 നായക്കൾ ഒന്നായിട്ട് കുരക്കുന്നുണ്ട്, ഒന്നായിട്ട് കുരക്കുന്നു. നോക്കൂ നിങ്ങൾ, നമ്മളുടെ പേടി എവിടെ എത്തി? നായ കുരക്കുമ്പോ നായക്കൾ
ഉണ്ട് എന്ന് അറിയുന്ന ഞാൻ ഇതൊന്നും നമ്മളാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, പൊട്ടിയിട്ടല്ലേ അറിയുന്നത്. ഇതാണ് മനുഷ്യന്റെ ദുർബലത. ചിലപ്പോൾ സ്വന്തം സഖിയെ കൊണ്ടുപോകും, ഭാര്യയെ കൊണ്ടുപോകും, ചിലപ്പോൾ ഭർത്താവിനെ കൊണ്ടുപോകും, ചിലപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കൊണ്ടുപോകും. നമ്മൾ വളർത്തിണ്ടാക്കുന്ന കുട്ടി ഒരു ദിവസം നേരം കൊടുത്താൽ ചിലപ്പോൾ ജീവനില്ലാതെ വരാം. ഞങ്ങളുടെ നാട്ടിൽ മിനിഞ്ഞാണ് സംഭവിച്ചത്. റബ്ബറിന്റെ പാല് ഊറ്റിയെടുക്കുന്നതിനിടയിൽ ഒരു ഇടിമിന്നലേറ്റ് മേലോട്ട് പൊങ്ങുകയാണ് ഈ സഹോദരൻ. ഇസ്ലാം സ്വീകരിച്ചൊരു സഹോദരൻ കൂടിയായിരുന്നു. അങ്ങനെ താഴേക്ക് വീണു. ആ സ്പോട്ടിൽ അദ്ദേഹം മരണപ്പെടും. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 45 വയസ്സാണ്. ഒപ്പമുള്ള കൂട്ടുകാരൻ രക്ഷപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് ഒന്നും അറിയില്ല. മിനൽ ഖൗഫ്, ചിലപ്പോൾ ഉള്ളിൽ പേടി തരും. വൽജൂഅ്, ചിലപ്പോൾ പട്ടിണി തരും. പട്ടിണിയൊക്കെ നമുക്ക് വരുമോ? ഒലിച്ചു പോയപ്പോൾ അവർ പറയാം ഞങ്ങൾ ഒരു റൊട്ടിയാണ് കഴിച്ചത്. പട്ടിണി കൊണ്ട് വനപസിമെല്ലാം മുതലൊന്നായി ഒലിച്ചു പോയി വരാം. നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ ഒരു നാൾ നേരം കൊടുക്കുമ്പോൾ ഒന്നുമില്ലാത്തതുപോലെ വരാം. വൽ അൻഫുസ്, ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അള്ളാഹു കൊടുക്കാം. വസ്സമറ, കൃഷി വിഭവങ്ങൾ അള്ളാഹു പിൻവലിച്ചു എന്ന് വരാം. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ അവലംബിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത. എന്ത് നഷ്ടം സംഭവിക്കുമ്പോഴും റബ്ബ് നമുക്ക് തന്നതാണ്. ആ റബ്ബാണ് തിരിച്ചെടുത്തത്. ഒരു സഹോദരൻ കച്ചവടത്തിന് പോകുന്നു, മകൻ വീട്ടിലുണ്ടായിരുന്നു. തിരിച്ചു വരാൻ വൈകിയപ്പോൾ മയ്യത്ത് മറമാടിയതിന് ശേഷം ഭർത്താവിനെ കാത്തിരിക്കുന്നു. ഭർത്താവ് കച്ചവടമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് കയറി വരുന്നു. ഭാര്യ സ്വീകരിക്കുന്നു. കുളിച്ച് വൃത്തിയായി സന്തോഷവതിയായി ഭർത്താവിനെ സ്വീകരിക്കുന്നു. ഭർത്താവ് കയറി വന്നു, ഭക്ഷണത്തിനിരിക്കുന്നു. നമുക്ക് ഒരാള് 2 കൊല്ലം മുമ്പ് ഒരു വിശ്വസനീയമായൊരു വസ്തു ഏൽപ്പിച്ചാൽ അത് 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് തിരിച്ചു കൊടുക്കണം. അമാനത്ത് തിരിച്ചു കൊടുക്കണം എന്നല്ലേ അള്ളാഹ് പറഞ്ഞ്. എന്നാ 2 കൊല്ലം മുമ്പ് നമുക്ക് തന്ന നമ്മളെ കുട്ടിനെ പടച്ചോ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ ആകാം, പിന്നീട് വിവരം ലഭിച്ചു മദീന മഹല്ലിൽ ഇത്രത്തോളം ക്ഷമിച്ചൊരു കുടുംബമുണ്ട്. ആ കുടുംബം ആരാണെന്ന് അന്വേഷിച്ചിറങ്ങി. അവസാനം അന്വേഷിച്ച് കണ്ടെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടുകാരനെ ആ സഹോദരിയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ക്ഷമ കാരണം നിങ്ങൾക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. അപ്പൊ മക്കളെ കൊണ്ടുപോകാൻ, ചിലപ്പോൾ ഭാര്യനെ കൊണ്ടുപോകാൻ, ചിലപ്പോൾ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ബൈക്കിന് പോകുമ്പോൾ ഭാര്യ തെറിച്ചു മരണം സംഭവിക്കാം. ചിലപ്പോൾ ഭർത്താവ് കൺമുമ്പിൽ വെച്ച് ഭർത്താവ് മരിച്ചു എന്ന് വരാം. ഇതൊക്കെ വരുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പത്തനംതിട്ടയിൽ ഒരു പരിപാടിക്ക് പോയ സമയത്ത് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു, മുന്നിൽ വരും ഒരു ഇക്കുണ്ട്, അദ്ദേഹത്തെ നമ്മൾ വാഹനത്തിൽ കയറ്റും, അദ്ദേഹത്തിന് നിങ്ങളൊന്ന് സമാശ്വസിപ്പിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 3 പേര് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു അപകടത്തിൽ മരിച്ചതാണ്. അയാൾ സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാറിന്റെ ബാക്കൊക്കെ ഇരുന്നു. അദ്ദേഹം മുന്നിൽ കയറി അദ്ദേഹത്തിന്റെ അടുത്ത് ചെവി വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാരല്ലക്ക, നമ്മളെ കുടുംബത്തിലെ 3 പേര് അള്ളാന്റെ അടുത്തേക്കല്ലേ പോയത്, മകന്റെ ഭാര്യയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പത്തനംതിട്ടയ്ക്കാവുമ്പോൾ നമ്മളെ പോലെ മദ്രസ പഠിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ചോദിച്ചു, നിങ്ങളപ്പോ എന്താ ചെയ്യേ? അപ്പൊ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളാ ചെല്ലിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറെ ഇങ്ങനെ ആലോചിച്ചിട്ട്, നിങ്ങൾ നടക്കി ഞാൻ വരാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചേ, അതിന്റെ ഒരു നാട്ടു നടപ്പിലെ അർത്ഥം അതാണ്. ഇന്നാലില്ലാഹി, ഞങ്ങളും അള്ളാഹ്ക്കാണ്, വ ഇന്നാ ഇലൈഹി, അവന്റെ അടുക്കലേക്കാണ് റാജിഊൻ, ഞങ്ങളും വരുന്നില്ല അവസ്ഥ. നിങ്ങൾ നടക്കിയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. ഇതുള്ളൂ. ഈ ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കി, ആഖിറത്തിന്റെ വലിയ സൗഭാഗ്യം മനസ്സിലാക്കി, ദുനിയാവിനെ മറക്കാതെ ആഖിറത്തിനെ കൈവിടാതെ ക്ഷമയെ അവലംബിച്ചുകൊണ്ട് ശിർക്ക് രഹിത ജീവിതം, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ, അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്യാതെ, അള്ളാഹുവിനല്ലാതെ നേർച്ച സമർപ്പിക്കാതെ
ഏകനായ സൃഷ്ടാവിന് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് വേദനകളും ദുഃഖങ്ങളും കടിച്ചമർത്തി റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നല്ല സൗഭാഗ്യ സ്വഭാവ ശ്രേഷ്ഠ സ്വഭാവത്തിൻ്റെയും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ എല്ലാ ഏർപ്പാടിലും ദീനിയായ ചുറ്റുവട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ സഹവസിച്ചുകൊണ്ടും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളായി ഹൃദയം സമാധാനത്തിന്റെ സൗഭാഗ്യ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടും വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അയൽവാസ ബന്ധത്തിലും സൗഹൃദ ബന്ധത്തിലും ഒക്കെ തന്നെ നമ്മൾ അതിൻ്റെ ഇസ്ലാമിൻ്റെ ആ വെളിച്ചത്തെ സ്മരിച്ചുകൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗഭാഗ്യവാനായി കഴിഞ്ഞുകൂടി നമ്മളുടെ ഭക്ഷണം നല്ലതാകട്ടെ, നമ്മളുടെ ശ്വാസം നല്ലതാകട്ടെ, നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ലതാകട്ടെ, നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ് നല്ലതാകട്ടെ, ചീത്തയായ വാർത്തകളോ വിവരങ്ങളോ വേണ്ടാത്തരങ്ങളോ വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ നിന്നോ അല്ലെങ്കിൽ ഷെയർ ചാറ്റിങ്ങുകളിലൂടെ ഒന്നും വഴിതെറ്റിപ്പോകാതെ റബ്ബ് വരച്ചു കാണിച്ച വഴികളിലൂടെ കുഴിയിലേക്ക് ഖബറിലേക്ക് അടുക്കുന്നത് വരെ നമുക്ക് സഞ്ചരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള സൗഭാഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു എല്ലാവർക്കും അറിവ് വർദ്ധിപ്പിച്ചു തരികയും സുന്ദരമായ അള്ളാഹുവിന്റെ ഈ ഭവനത്തെ ഇതിന്റെ സൗന്ദര്യത്തോടുകൂടി നമുക്ക് ആരാധനയുടെ സൗന്ദര്യത്തോടുകൂടെ നമ്മുടെ ജീവിത കാലയളവ് മുഴുവൻ പൂർത്തീകരിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹത്തായ തൗഹീദി പ്രസ്ഥാനത്തിനും ഇതിന്റെ ആദർശത്തിനും ഇതിന്റെ നമുക്ക് മുമ്പ് ഈ നാട്ടിൽ വെളിച്ചം കൊടുത്തിയ പൂർവ്വ പിതാമഹന്മാർക്കും പിതാക്കൾക്കും മാതാക്കൾക്കും അള്ളാഹു പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യതകൾ വന്നിട്ടുള്ള ആളുകളുടെ കടബാധ്യതകൾ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു വളർന്നുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ അള്ളാഹുവെ നീ നൽകുന്ന ഹിദായത്തിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹുവെ നീ തൗഫീഖ് നൽകണമേ. അള്ളാഹുവെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആർക്കുന്ന നല്ല സന്തതികളെ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ മരണപ്പെട്ടു പോയവരോട് അള്ളാഹുവെ എല്ലാം നിന്റെ കണക്കിലുള്ളതാണ്. നീ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണമേ. അള്ളാഹു والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഞാൻ യാത്രയിലായതുകൊണ്ട് മഗ്‌രിബിന്റെ കൂടെ തന്നെ ഇശാ ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ യാത്ര